ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റോസിൽ എന്ന സീരീസ് ആണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് റോസ് വാലി എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ ഒരാൾ അതിക്രമിച്ച് കടക്കുന്നതാണ്. ആ വീട്ടിലെ ജോണിന്റെ ശോഭയുടെ മകളായിരുന്നു റോസിൽ നിന്ന ഈ പെൺകുട്ടി. ഇടയ്ക്ക് ഉറക്കമുണർന്ന അവളാകട്ടെ താൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് തിരികെ കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ അവളുടെ ബാക്കിലായിട്ട് അവൾ ഒരാളെ കാണുകയും പേടിച്ചുപോയി അവൾ അയാളെ തള്ളി മാറ്റിയ ശേഷം പേരൻസിന്റെ റൂമിലേക്ക് ഓടി ചെല്ലുകയും ചെയ്യുന്നു. ശോഭയെ വിളിച്ചുണർത്തി അവൾ പറയുന്നുണ്ട് അവിടെ ആരും ഉണ്ടെന്ന്. ശോഭ ജോണിനോട് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ജോൺ റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ആ വന്ന അക്രമിയുമായിട്ട് ജോൺ അടിയുണ്ടാക്കുന്നതിന്റെ സൗണ്ട് കേട്ട് ശോഭയും അവിടേക്ക് പോയി. കുറച്ചുനേരം കഴിഞ്ഞപ്പോ അച്ഛന്റെ അമ്മയുടെ ഒരനക്കവുമില്ല. പേടിച്ചുപോയ റോസ്ലിൻ ചെന്ന് നോക്കുമ്പോ കാണുന്നത് അവളുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. ബാക്കിലായിട്ട് ആ കൊലയാളി നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ പച്ചക്കണ്ണുകൾ അവൾ കാണുന്നു. അടുത്ത നിമിഷം അയാൾ അവളെ ആക്രമിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുകയാണ്. ഇനി ജോണും ശോഭയും ആരാണെന്നും അവരുടെ ജീവിതം എന്താണെന്നൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. ആനിറങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജോണും ഫാമിലിയും താമസിക്കുന്നത്. ഇവരിപ്പോൾ ശോഭയുടെ ഫ്രണ്ടായ കവിതയുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. റോസ്ലിൻ ഇവരുടെ മൂത്ത മകളായിരുന്നു. ഇവർക്ക് അലൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളു മുമ്പ് തടാകത്തിൽ മുങ്ങിത്താഴാൻ പോയ റോസ്ലിനെ രക്ഷിക്കാൻ അലൻ ശ്രമിക്കുകയും അലൻ മരണപ്പെടുകയും ചെയ്തു. അന്ന് റോസ്ലിന്റെ ജീവൻ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. അതിനുശേഷമാണ് പിന്നീട് ശോഭയ്ക്കും ജോണിനും ആരോൺ എന്ന് പറയുന്ന ഒരു മകൻ കൂടി ജനിച്ചത്. അലനെ റോസ്ലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അലന്റെ മരണം റോസ്ലിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഇപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്നൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും ഗ്ലൂമി ആയിട്ട് തന്നെ ഇരിക്കും. ആദ്യമൊക്കെ ശോഭ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആരോണിന്റെ ജനത്തോടു കൂടിയാണ് അലന്റെ മരണമൊക്കെ അവർ പതിയെ മറന്നു തുടങ്ങിയത്. റോസ്ലിന്റെ കൂടെ അവൾ ഓമനിച്ച് വളർത്തുന്ന ഒരു പൂച്ച കൂടിയുണ്ട്. 12 വർഷമായിട്ട് അവളുടെ കൂടെയുള്ള പൂച്ചയാണ്. റോസ്ലിനെ എല്ലാരും റോസ് എന്നാണ് വിളിക്കുന്നത്. അവൾക്ക് 17 വയസ്സ് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷനൊക്കെ കൂടി തിരിച്ചു പോകുന്നതിന് മുമ്പ് കവിതയാകട്ടെ ശോഭയുടെ ഒരു ഹെൽപ്പ് ചോദിക്കുന്നു. കവിതയുടെ കസിനായ ജെറി എന്ന് പറയുന്ന ഒരാള് ശോഭയുടെ വീടിനടുത്തുള്ള ബയോടെക്നോളജി സെന്ററിൽ റിസർച്ചിന് വരുന്നുണ്ട്. കുറച്ചു കാലത്തേക്ക് അവന് താമസിക്കാൻ ഒരു ഇടം വേണം. ശോഭയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്നറിയാനായിരുന്നു കവിത ചോദിച്ചത്. ശോഭയ്ക്ക് അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ശോഭയും ജോണും റോസ്ലിനും ആരോണും തിരിച്ചവരുടെ വീട്ടിലെത്തി. റോസ് വാലി എന്ന് പറയുന്നത് അവരുടെ വീട് മാത്രമായിരുന്നില്ല. അവിടെ ഒരു വലിയ ഫാം കൂടി ഉണ്ടായിരുന്നു. കുറച്ചധികം തൊഴിലാളികളും ഉണ്ട്. റോസ് ഒരുപാട് ഫിക്ഷൻ സ്റ്റോറീസ് വായിക്കുമായിരുന്നു. അലന്റെ റൂം കാണുമ്പോഴെല്ലാം തന്നെ അവൾക്ക് അലനെ മിസ് ചെയ്യുമായിരുന്നു. താൻ കാരണമാണോ അലൻ മരിച്ചതെന്നുള്ള കുറ്റബോധമായിരുന്നു അവളെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ അവരുടെ ഫാമിലിക്ക് വേലു എന്ന് പറയുന്ന ഒരു പുതിയ ജോലിക്കാരൻ വരുന്നു. ഒരു ദിവസം റോസ് പൂച്ചയും കൊണ്ട് ഫാമിന്റെ ഒരു അടുത്ത് നിൽക്കുമ്പോൾ മുഖം മറിച്ച പച്ചക്കണ്ണുകളുടെ ഒരാൾ അവളെ ആക്രമിക്കാൻ വരുന്ന പോലെ അവൾ സ്വപ്നം കാണുന്നു. ഒരു നിമിഷം അത് സ്വപ്നമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നു എന്ന് പോലും അവൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. തന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ പേടിപ്പെടുത്തുന്ന ചിന്തകളൊന്നും തന്നെ അവൾ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജോണും ശോഭയും എപ്പോഴും ബിസിയായിരിക്കും. അത് കാരണം പലപ്പോഴും അവൾക്ക് സംസാരിക്കാൻ പോലും അവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇതുവരെയും അവർ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ശോഭയുടെ ഫോണിലേക്കാണ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലും വിളിക്കുന്നത്. പലപ്പോഴും ശോഭ അത് പറയാനും മറന്നുപോകും. അതിന്റെ പേരിൽ റോസ് ശോഭയുടെ വഴക്കുണ്ടാക്കും. റോസിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു അതിഥി. താൻ കാണുന്ന ഈ സ്വപ്നങ്ങളെ പറ്റിയൊക്കെ തന്നെ അവൾ അതിഥിയോട് ഷെയർ ചെയ്യുന്നു. പച്ച കണ്ണുള്ള ആളെ അവൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുമായിരുന്നു. അവളുടെ മനസ്സിലുള്ള ഏതെങ്കിലും പേടിപ്പെടുത്തുന്ന മെമ്മറീസ് കൊണ്ടായിരിക്കാം അവൾക്ക് ഇങ്ങനെ സ്വപ്നങ്ങൾ വരുന്നതെന്നാണ് നെറ്റിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് അതിഥി അവളോട് പറയുന്നത്. എന്നാൽ പേടിപ്പെടുത്തുന്ന മെമ്മറി ഒന്നും തന്റെ മനസ്സിലില്ലെന്നും സാഡ് ആയിട്ടുള്ള മെമ്മറിയാണ് ഉള്ളതെന്നും റോസ് പറയുന്നു. അവളെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ മെമ്മറി അലന്റെ മരണമായിരുന്നു. പിറ്റേന്ന് അവൾ ആരോണിന്റെയും ശോഭയുടെയും കൂടെ ഹോസ്പിറ്റലിൽ പോയ സമയത്തും ശോഭ കുഞ്ഞിനെയും കൊണ്ട് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോയപ്പോൾ ആ പച്ച കണ്ണുള്ള ആളെ അവൾ വീണ്ടും കണ്ടു. ഒരു നിമിഷം കൊണ്ട് അയാൾ എങ്ങോട്ടോ പോവുകയും ചെയ്തു. തനിക്ക് തോന്നിയതാണോ യഥാർത്ഥത്തിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് ഡൗട്ട് തോന്നുന്നു. തന്റെ ഈ പ്രശ്നങ്ങളൊക്കെ അതിഥിയോട് അവൾ എന്നും ഷെയർ ചെയ്യുമായിരുന്നു. അതിഥി അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇത്രയും ലേറ്റ് ആയിട്ട് ഒരു കുട്ടി ഉണ്ടായതിൽ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നു. ഒരിക്കലും ഇല്ല, തനിക്ക് ആരോണിനെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് റോസ് പറയുന്നത്. പക്ഷെ മരിച്ചുപോയ അലനാകട്ടെ അവളുടെ പേരൻസിന്റെ ഫേവറേറ്റ് ചൈൽഡ് ആയിരുന്നു. അലന്റെ ഫോട്ടോ നോക്കി മമ്മി കരയുമ്പോഴൊക്കെ കൂടുതലും വിഷമം വരുന്നത് റോസിനായിരുന്നു. അലന്റെ മരണം സംഭവിച്ചിട്ട് 3 വർഷമായി. ഇനിയെങ്കിലും നീ അതൊക്കെ മറക്കാനാണ് അതിഥി എപ്പോഴും റോസിനോട് പറയുന്നത്. ഇവളുടെ അവസ്ഥയൊക്കെ കാരണം അതിഥി തന്റെ ഫ്രണ്ടിന്റെ അച്ഛനായ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് റോസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതേസമയം റോസിന്റെ ഈ മാനസികാവസ്ഥയെ പറ്റിയെല്ലാം തന്നെ സംസാരിക്കാൻ ശോഭയും പള്ളിയിലേക്ക് വരുന്നു. അവിടെ വെച്ച് അവൾ മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. കരഞ്ഞുകൊണ്ടു പോകുന്ന അവരെ കണ്ടിട്ട് എന്തു പറ്റിയെന്ന് പള്ളിയിലച്ഛനോട് അവൾ ചോദിക്കുമ്പോൾ ആ അച്ഛൻ പറയുന്നുണ്ട്, ഈ മേരി കുറെ നാളു മുമ്പ് ഈ പള്ളിയിലെ തന്നെ കന്യാസ്ത്രീയായിരുന്നു. ഇവിടെ വന്നൊരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയും അവന്റെ കൂടെ ഒരുമിച്ച് താമസം തുടങ്ങുകയൊക്കെ ചെയ്തു. കന്യാസ്ത്രീ പട്ടൊക്കെ അവൾ ഉപേക്ഷിച്ചു. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് അവൻ ഇവളെ ഇട്ടിട്ട് പോയി. ഇപ്പൊ ജോലിയൊന്നും ഇല്ലാത്ത കാരണം എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കണമെന്ന് പറയാനായിരുന്നു പള്ളിയിലേക്ക് വന്നത്. എന്താണെങ്കിലും ശോഭ വന്ന കാര്യം അച്ഛനോട് പറയുന്നു. റോസിന്റെ ഈ മാനസികാവസ്ഥയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരു ദിവസം വന്ന് അവളോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ആ അച്ഛനാകട്ടെ ശോഭയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ റോസിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണമെന്ന്. അവൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് പലതും ഷെയർ ചെയ്യില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയി അവളോട് സംസാരിക്കണം. അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു ചെറിയ കുട്ടിയെ നോക്കുന്നതിന്റെയും ഫാം നോക്കുന്നതിന്റെയും തിരക്കുകൾക്കിടയിൽ ഒരിക്കലും റോസിനെ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല. താൻ അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളാമെന്ന് ശോഭ പറയുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനോട് യാത്ര പറഞ്ഞ് ശോഭ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതേസമയം താൻ കാണുന്ന സ്വപ്നത്തെ പറ്റിയെല്ലാം തന്നെ ഇവിടെ റോസ്
ആകട്ടെ ആ ഡോക്ടറിനോട് പറയുകയായിരുന്നു ആ പച്ച കണ്ണുള്ള ആളെ അവൾ പലതവണ കണ്ടിട്ടുണ്ട്. അത് സ്വപ്നത്തിൽ മാത്രമല്ല റിയാലിറ്റിയിലും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ടൗണിൽ വെച്ചിട്ട്, ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, മറ്റൊരിക്കൽ തിയേറ്ററിൽ വെച്ചിട്ട്. അത് കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്വപ്നമാണെന്ന് പോലും അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നിനക്ക് സ്വപ്നവും റിയാലിറ്റിയും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അവൾക്കതിന് ഉത്തരമില്ലായിരുന്നു. അവളുടെ ആങ്സൈറ്റി ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ അയാൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അച്ഛന്റെ അമ്മയുടെയും കൂടെ നിനക്ക് സമയം ചെലവഴിക്കാൻ പറ്റാത്തത് അവരുടെ തിരക്കുകളും ഉണ്ടാകാം. പക്ഷെ നീയായിട്ട് അവരോട് പോയി എല്ലാം ഷെയർ ചെയ്യണം. അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നതും ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്നതും ഒക്കെ ഒരുപാട് സമയം വേണ്ട കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. നീ അങ്ങോട്ട് പോയി മിണ്ടണം. ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ റോസിനും കുറച്ച് ആശ്വാസം തോന്നി. അതുവരെ ഉണ്ടായിരുന്ന അവളുടെ വിഷമത്തിലുള്ള ഫേസ് ഒക്കെ മാറ്റി നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അവളുടെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ജോണിനും ശോഭയ്ക്കും കുറച്ച് സമാധാനം തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ 18ാമത്തെ പിറന്നാൾ വരാൻ പോകുകയാണ്. അതിനവർ ഒരു സർപ്രൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോഴേ പറയണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഇപ്പൊ തന്നെ അറിയണമെന്ന്. അതിലൊന്നാമത്തെ കാര്യം അവൾ ആഗ്രഹിച്ച പോലെ അവൾക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ആയിരുന്നു. രണ്ടാമത്തേത് അവൾ ഉടനെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചെടുക്കുകയാണെങ്കിൽ അവൾക്കൊരു 2 വീലറും കിട്ടും. ഇതെല്ലാം ശോഭയുടെ ഐഡിയ ആണെന്നാണ് ജോൺ പറയുന്നത്. അവൾ തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് താങ്ക്സ് പറയുന്നു. പക്ഷെ പിന്നെ ഒരു കാര്യം കൂടി ജോൺ പറയുന്നുണ്ട്. ശോഭയുടെ ഫ്രണ്ട് കവിത പറഞ്ഞ പ്രകാരം കവിതയുടെ കസിൻ ജെറി എന്ന് പറയുന്ന ഒരാള് നാളെ മുതൽ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. റിസർച്ച് സെന്ററിൽ ഒരു 2-3 ആഴ്ചത്തെ റിസർച്ച് അവനുണ്ടാകും. അത് കഴിയുമ്പോൾ അവൻ പോയിക്കൊള്ളും. അലന്റെ റൂമായിരുന്നു ജെറിക്ക് വേണ്ടി അവർ കൊടുക്കാൻ തീരുമാനിച്ചത്. റൂമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വീടിന് പുറത്തു നിന്ന് കോണിപ്പടി വഴി അലന്റെ റൂമിലേക്ക് കയറുകയും ചെയ്യാം. അതേസമയം അലന്റെ റൂമും ഇവരുടെ വീടിന്റെ ഉൾഭാഗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാതിലുണ്ട്. ആ വാതില് വീടിനകത്ത് നിന്ന് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ റൂം സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ജെറി വന്നു കഴിയുമ്പോൾ പുറത്തുള്ള സ്റ്റെയർ വഴി ആ റൂമിലേക്ക് കയറിക്കൊള്ളും. അപ്പോൾ ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ അയാൾക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം. റോസിന് അതിൽ വലിയ താല്പര്യമൊന്നും തോന്നില്ല. അലന്റെ റൂമിലെ കുറച്ച് സാധനങ്ങളൊക്കെ അവരകത്തേക്ക് മാറ്റിയിട്ട് ജെറിക്ക് വേണ്ടിയിട്ട് ആ റൂം കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അലനെ കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു ആ സമയം റോസ്. അലൻ നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ കവിതയുടെ കസിനായ ജെറി അവിടെ താമസത്തിന് വരുന്നു. ജെറി വന്നതും അയാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് റോസിനെയും അയാൾ പുറത്തേക്ക് വിളിക്കുന്നു. റോസ് ജെറിയെ കണ്ട നിമിഷം ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. അവൾ സ്വപ്നത്തിൽ കാണാറുള്ള അതേ പച്ച കണ്ണുകൾ. ആ സമയം അവളുടെ ബോധം പോയി. അവിടെയാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോധം കെട്ട് വീണ അവളെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചിട്ട് ശോഭയും ജോണും ചേർന്നിട്ട് എഴുന്നേൽപ്പിക്കുന്നതാണ്. എന്തെങ്കിലും സ്ട്രെസ്സോ ക്ഷീണോ കൊണ്ട് അവൾ ബോധം കെട്ട് വീണതായിരിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ റോസിന്റെ മനസ്സ് നിറയെ ആ പച്ച കണ്ണുള്ള ജെറിയായിരുന്നു. ജെറിക്ക് അവർ റൂമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ റോസ് പതിയെ സ്റ്റെയർ കയറി അവിടേക്ക് ചെല്ലുന്നു. ജെറിയെ നോക്കുമ്പോഴെല്ലാം തന്നെ അവളുടെ മുഖത്ത് ആകെ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇത് ജെറിയും ശ്രദ്ധിക്കുന്നുണ്ട്. പിറ്റേന്ന് മുതൽ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ജെറി ഉണ്ടാകും. ലഞ്ചും ഡിന്നറും ഞാൻ പുറത്തുനിന്നായിരിക്കുമെന്നും ജെറി പറയുന്നു. എന്തായാലും അന്നത്തെ ദിവസം ജെറിയെ ബയോടെക്നോളജി സെന്ററിൽ താൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് ജോൺ പറയുന്നു. കൂട്ടത്തിൽ ആ ഏരിയയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്താനും കൂടിയായിരുന്നു അത്. ജോണും ശോഭ അകത്തേക്ക് പോയതും റോസിലിന് അവരുടെ പിറകെ പോകുകയായിരുന്നു. പെട്ടെന്ന് ജെറി അവളോട് ചോദിക്കുന്നുണ്ട് എന്നെ കണ്ട് പേടിച്ചു പോയൊന്ന്. അവൾ അസ്വസ്ഥമായിട്ട് അവനെ കണ്ട് വീണ്ടും ഒന്ന് പേടിയോടെ നോക്കിയ ശേഷം അകത്തേക്ക് ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞതും ജോൺ ആകട്ടെ ജെറിയും കൂട്ടി അവന്റെ റിസർച്ച് സെന്ററിലേക്ക് പോകുന്നു. ആകെ വല്ലാതെ നിൽക്കുന്ന റോസിനെ കണ്ട് ശോഭ കാര്യം തിരക്കുന്നു. താൻ സ്വപ്നത്തിൽ കാണുന്ന ആളെ പറ്റി അവൾ പറയുന്നു. അത് ജെറി തന്നെയാണെന്നാണ് റോസ് പറയുന്നത്. എന്നാൽ നീ സ്വപ്നത്തിൽ കാണുന്ന ആളുടെ ഫേസ് നീ ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. ആ പച്ച കണ്ണുകൾ മാത്രമാ കണ്ടിട്ടുള്ളതെന്നല്ലേ പറയുന്നത്. അതെങ്ങനെ ഇയാളാകുമെന്ന് ശോഭ ചോദിക്കുന്നു. തനിക്ക് ഏകദേശം ഉറപ്പ് തന്നെ അത് ഇയാൾ തന്നെയായിരിക്കുമെന്നാണ് റോസ് പറയുന്നത്. അതേസമയം ഇവിടെ ജെറിയാകട്ടെ ജോണിനോട് ചോദിക്കുന്നുണ്ട് താൻ സ്മോക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ആ റൂമിൽ താൻ സ്മോക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താൻ പുറത്തു പോയി വലിച്ചോളാമെന്ന്. അലന്റെ റൂം ആയതുകൊണ്ടായിരുന്നു ജെറി അങ്ങനെ ചോദിച്ചത്. എന്നാൽ ജോൺ പറയുന്നു താൻ ശോഭയോട് കൂടി ആലോചിച്ചിട്ട് പറയാമെന്ന്. നിങ്ങൾ സ്മോക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയുന്നു താനും ശോഭയും നേരത്തെ സ്മോക്ക് ചെയ്യുമായിരുന്നു. പിന്നീട് ഒരുമിച്ച് അത് കിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ മദ്യപിക്കും. അതും തങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഇവിടെ റോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശോഭ കേട്ടെങ്കിലും ശോഭ റോസിനോട് പറയുന്നത് ഇനി നീ സ്വപ്നത്തിൽ കാണുന്ന ആളെ പോലെ തന്നെ ജെറി ഇരിക്കുന്നെങ്കിലും അതൊരു തമാശയായിട്ട് നീ കണ്ടാ മതി. ഇതൊന്നും ഇത്ര സീരിയസ് ആക്കണ്ട. അന്ന് രാത്രി റോസ് ആകട്ടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ റൂമിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ജെറി ഇപ്പോൾ താമസിക്കുന്ന അലന്റെ റൂം കാണാം. ആ റൂമിൽ ഒരു 7 മണിയായപ്പോൾ ലൈറ്റ് വീഴുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ ഇന്നലെ എപ്പോഴാ വന്നേന്ന് ജോൺ ചോദിച്ചപ്പോൾ ജെറി പറയുന്നത് ഒരു 8:30 മണിയായി കാണുമെന്നാണ്. എന്നാൽ ഇത് കേട്ട് റോസിന് ആകെ ഡൗട്ടായി. അവൾ പറയുന്നുണ്ട് 7 മണിക്ക് ആ റൂമിൽ ലൈറ്റ് ഞാൻ കണ്ടതാണ്. പിന്നെ എന്താ 8:30 വന്നെന്ന് പറഞ്ഞതെന്ന്. ഇതോടെ എല്ലാവരുടെ ഉള്ളില് ജെറിയുടെ മേൽ ഒരു ചെറിയ സംശയം തോന്നി. എന്നാൽ ജെറി പറയുന്നു ഞാൻ കറക്റ്റായിട്ട് സമയം നോക്കിയില്ല. ഇവിടെ നേരത്തെ ഇരുട്ടാകാറുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോ 7 മണിയായിരിക്കാം. ആ പറഞ്ഞതിനോട് ശോഭ യോജിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഇടങ്ങളെ പോലെയല്ല ഇവിടെ. ഒരു 5:45 കഴിയുമ്പോഴേക്ക് നല്ല ഇരുട്ടാകും. അതുകൊണ്ട് സമയം കറക്റ്റായിട്ട് നമുക്ക് ഓർക്കാനും പറ്റില്ല. റോസ് തന്റെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ജെറിക്ക് മനസ്സിലായി തുടങ്ങി. അവൻ ദേഷ്യത്തോടെ ഒന്ന് റോസിനെ നോക്കുന്നുണ്ട്. ജെറിയെ പറ്റി തനിക്ക് തോന്നുന്ന പല ഡൗട്ടുകളും റോസ് ആകട്ടെ അതിഥിയോട് പറയുന്നു. അതിഥിയുടെ വീട് അവിടെ അടുത്തായിരുന്നു. ബുള്ളറ്റിൽ പോകുന്ന ജെറി അവളും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കള്ളത്തരമുള്ള പോലെ തനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് നല്ല സ്മാർട്ട് ആണെന്നാണ് അതിഥി പറയുന്നത്.
അങ്ങനെ അന്ന് രാത്രി റോസ് കിടന്നുറങ്ങി. അർദ്ധരാത്രി പിന്നിട്ടപ്പോഴേക്കും അവൾ എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. ദാഹിച്ചപ്പോൾ അവിടെ വെള്ളം ഇരിപ്പില്ല. വെള്ളം എടുക്കാമെന്ന് കരുതിയിട്ട് അവൾ ഇറങ്ങാൻ തുടങ്ങിയതും അവളുടെ പൂച്ചക്കുട്ടി എങ്ങോട്ടോ ഓടിപ്പോയി. ആ സമയമാണ് ജെറിയുടെ റൂമിൽ അപ്പോഴും ലൈറ്റ് കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. സമയം ഇത്രയായിട്ടും ഇയാൾ ഉറങ്ങിയില്ലേന്ന് അവൾ ചിന്തിക്കുന്നു. പെട്ടെന്ന് ആ റൂമിൽ നിന്നും തങ്ങളുടെ വീടിനുള്ളിലേക്ക് കയറുന്ന ആ വാതിലിന്റെ അടുത്തേക്ക് ജെറിയുടെ നിഴൽ പോകുന്നത് അവൾ കാണുന്നു. സംശയത്തോടെ അവൾ പോയി നോക്കുമ്പോൾ കാണുന്നത് അയാൾ ആ റൂമിൽ നിന്നും ഇവരുടെ വീടിനുള്ളിലേക്ക് കിടക്കുന്ന ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ഇത് ലോക്കായിരുന്നു. അത് കാരണം അയാൾ അവിടെ നിന്നും തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അയാൾ വന്നിരുന്നപ്പോൾ അവൾ സംശയത്തോടെ അയാളെ നോക്കുന്നുണ്ട്. ജെറിയുടെ മുഖത്ത് ഉറക്കക്ഷീണം കണ്ടിട്ട് ജോണും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന്. താൻ ബുക്ക് വായിച്ചിരുന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാ ഉറങ്ങിയതെന്ന് ജെറി പറയുമ്പോൾ റോസിന് അതിലെല്ലാം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. ജെറിയെപ്പോലെ റോസ് ഇവിടെ ഒരുപാട് ബുക്ക് വായിക്കാറുണ്ടെന്ന് ശോഭ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അവരുടെ ഫാമില് ഒരു കാളയാകട്ടെ കയറും പൊട്ടിച്ചോടുന്നത്. വേലു അതിന്റെ പിറകെ ഓടുകയായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന കുറെ ചെടിച്ചട്ടികൾ തട്ടിയിട്ടു. സൗണ്ട് കേട്ട് എല്ലാവരും പുറത്തേക്കിറങ്ങി. എന്നാൽ ജെറി മാത്രം പുറത്തിറങ്ങിയില്ല. എല്ലാവരും പുറത്തത് നോക്കി നിൽക്കുന്ന സമയത്ത് ജെറി ആ വീടിന്റെ ഓരോ ഭാഗങ്ങളും പരിശോധിക്കുകയായിരുന്നു. വിലപ്പെട്ട സാധനങ്ങളും മുറിയുടെ താക്കോലും എല്ലാം തന്നെ വെക്കുന്ന ഒരു അലമാരയുടെ അടുത്ത് ജെറി പോയി നിന്നിട്ട് അത് തുറക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് പുറത്തു നിന്ന റോസിന് ജെറി മാത്രം ഈ സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്നില്ലല്ലോ എന്ന് സംശയം തോന്നിയിട്ട് വീടിനുള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ കഴിച്ചു തീർന്ന പ്ലേറ്റുമായിട്ട് അയാൾ ഒരു റൂമിന്റെ വാതിൽക്കൽ നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. അത് കിച്ചൺ അല്ലാന്ന് അവൾ പറഞ്ഞതും ജെറി പറയുന്നുണ്ട് താൻ ഈ പ്ലേറ്റ് ഒന്ന് വെക്കാൻ വേണ്ടി കിച്ചൺ നോക്കുകയായിരുന്നു എന്ന്. അപ്പോഴേക്കും ജോണും ശോഭ അകത്തേക്ക് വന്നു. പ്ലേറ്റ് ഞങ്ങൾ വെച്ചോളാന്ന് പറഞ്ഞിട്ട് ജെറിയുടെ കയ്യിൽ നിന്ന് അവർ പ്ലേറ്റ് വാങ്ങി. റോസിന് ശരിക്കും ജെറിയെ നല്ല ഡൗട്ട് തോന്നാൻ തുടങ്ങി. പിറ്റേന്ന് അതിഥിയുടെ അടുത്ത് അവൾ ഇതെല്ലാം ഷെയർ ചെയ്യുന്നു. രാത്രിയിൽ ജെറി തങ്ങളുടെ വീടിനകത്തേക്ക് കടക്കുന്ന ആ വാതിൽ തുറക്കാൻ ശ്രമിച്ച കാര്യം പറഞ്ഞപ്പോൾ അതിഥി പറയുന്നുണ്ട്, നിങ്ങളത് അകത്തുനിന്ന് ലോക്കാക്കിയിരിക്കുകയല്ലേ, അയാൾ എന്തായാലും തുറന്നൊന്നും കയറാൻ വഴിയില്ല. അതുമല്ല അയാൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്ത് കാര്യമുള്ളത്, എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? അത് റോസിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രിയും ഇതെല്ലാം ആലോചിച്ച് അവൾ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. സമയം ഏതാണ്ട് 12:30 ജെറിയുടെ റൂമിൽ ലൈറ്റ് വീണു. അവൾ സംശയത്തോടുകൂടി ആ റൂമിലേക്ക് തന്നെ നോക്കിക്കിടക്കുകയാണ്. തലേന്ന് രാത്രിയിലത്തെ പോലെ തന്നെ അയാൾ ആ വീടിനുള്ളിലേക്ക് കിടക്കുന്ന ആ വാതിൽക്കലെത്തി അത് തുറക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രാവശ്യം അയാൾ അത് തുറന്ന് അകത്തേക്ക് കയറി. ഇത് കണ്ട് പേടിച്ചു പോയ റോസ് സ്വയം തന്റെ വാപൊത്തി പിന്നിലേക്ക് മാറി. അയാൾ അകത്തേക്ക് കയറി തന്റെ റൂം ലക്ഷ്യമാക്കി വരുന്നത് കണ്ടതും അവൾ തന്റെ ബെഡിലേക്ക് കയറി ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുകയായിരുന്നു. അവളുടെ റൂമിന്റെ അടുത്തേക്ക് വന്ന് അവൾ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജെറി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയി. ആ സമയം റൂം തുറന്ന് അയാളെ ഫോളോ ചെയ്ത് പോകുകയായിരുന്നു റോസ്. അവളുടെ റൂമിലുണ്ടായിരുന്ന ആ പൂച്ചക്കുട്ടി അവൾക്ക് മുന്നേ അവിടെ ഒന്ന് ഓടിപ്പോയി. സ്റ്റെയർ ഇറങ്ങിപ്പോയ ജെറി ആകട്ടെ താഴെയുള്ള റൂം പരിശോധിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന റൂമിന്റെ ഡോറ് തുറക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ അയാളെ ഫോളോ ചെയ്ത് വന്ന റോസ് കാണുന്നുണ്ട്. പെട്ടെന്ന് റോസിന്റെ പൂച്ച കരഞ്ഞതും ജെറി താൻ വന്ന കാര്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ പൂച്ചയെടുത്തു. അയാൾ തിരിച്ച് സ്റ്റെയർ കയറാൻ വന്നതും റോസ് പെട്ടെന്ന് സ്റ്റെയറിന്റെ അടിയിൽ ഒളിച്ചു. കുറച്ചുനേരം കഴിഞ്ഞിട്ട് അവൾ സ്റ്റെയർ കയറി ജെറിയുടെ റൂമിലേക്ക് പോകുന്ന ആ വാതിലിന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ആ വാതിൽ ലോക്കായിരുന്നു. അവൾ തിരിച്ചു വന്ന് തന്റെ റൂമിൽ കയറി ഡോർ ലോക്കാക്കി റൂമിൽ ലൈറ്റ് ഇടുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ ബാക്കിലായിട്ട് ജെറി നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ നിമിഷം തന്നെ അവൾ ഞെട്ടി ഉണരുകയാണ്. താൻ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. സമയം 2:30 ആകാറായിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവൾ വീണ്ടും കിടന്നപ്പോൾ സ്ഥിരം അവളുടെ പൂച്ച കിടക്കുന്ന സ്ഥലത്ത് ആ പൂച്ചയുണ്ടായിരുന്നില്ല. അവൾ പൂച്ചയെ തപ്പി അവിടെയെല്ലാം നടക്കുന്നു. ഒടുവിൽ ആ പൂച്ചയുടെ കരച്ചിൽ കേൾക്കുന്നതാകട്ടെ ജെറിയുടെ റൂമിൽ നിന്നും. ആ നിമിഷം അവൾക്ക് ആകെ ഡൗട്ടായി. താൻ നേരത്തെ കണ്ടത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന്. അവിടെയാണ് ഈ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 3ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഇവരെല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെറി റോസിന്റെ പൂച്ചയുമായിട്ട് അവിടേക്ക് വരുന്നതാണ്. തലേന്ന് ഞാൻ മെയിൻ ഡോർ തുറന്നിട്ട് കിടന്ന ഉറങ്ങിയത്, അപ്പോൾ സ്റ്റെയർ വഴി ഈ പൂച്ച അവിടേക്ക് കയറി വന്നു എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ ആ പറഞ്ഞതിൽ സംശയം തോന്നിയ റോസ് ആകട്ടെ എല്ലാവരും കേൾക്ക് പറയുന്നുണ്ട്, എന്റെ റൂമിൽ കിടന്ന ഈ പൂച്ച എങ്ങനെ ഇയാളുടെ റൂമില് സ്റ്റെയർ വഴി കയറി പോകുമെന്ന്. നമ്മുടെ വീടിന്റെ എല്ലാ വാതിലുകളും ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നതാണ്, പിന്നെ എങ്ങനെ പൂച്ച പുറത്തു പോകും? അത് കേട്ടതും ജോണിനും ശോഭയ്ക്കും ഡൗട്ട് തോന്നി. പക്ഷെ ആ സമയം ഈ പൂച്ചയാകട്ടെ അവിടെ തുറന്നിട്ടിരുന്ന ജനൽ വഴി പുറത്തേക്ക് ചാടിപ്പോകുന്നത് ജെറി കാണുന്നു. ഇത് കണ്ടുകൊണ്ട് ജെറി ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയായിരിക്കും തലേന്ന് രാത്രിയും ഈ പൂച്ച പുറത്തിറങ്ങിയതെന്ന്. കണ്ടതോടെ ജോണിന്റെയും ശോഭയുടെയും സംശയങ്ങൾ മാറി. പക്ഷെ അപ്പോഴും റോസിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി. അന്നവിടെ കറണ്ടില്ലായിരുന്നു. ഇവർ ഇരുട്ടത്തിരുന്ന് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ജെറി റൂമിലുണ്ടായിരുന്നു. സ്മോക്കിങ്ങിനെ പറ്റി ജെറി ചോദിച്ചതിന് ഒരു മറുപടി കൊടുക്കണമായിരുന്നല്ലോ. അതുകൊണ്ട് ജോൺ ജെറിയെ ഫോണിൽ വിളിക്കുന്നു. അന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ ജെറി ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ റൂമിലിരുന്ന് സ്മോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അലന്റെ ഓർമ്മകളൊക്കെ ഉള്ള റൂമാകുമ്പോൾ നിങ്ങൾക്ക് അതിന്റേതായ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വലിക്കില്ല, പുറത്തു പോയിട്ടേ വലിക്കൂ. അവൻ ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞതോടെ ജെറി നല്ലൊരു മനുഷ്യനാണെന്ന് ശോഭയും ജോണും വിശ്വസിച്ചു. റോസിന്റെ മനസ്സ് അപ്പോഴും അസ്വസ്ഥമായിരുന്നു. അവൾ പൂച്ചയെ റൂമിൽ കൊണ്ട് കിടത്തിയ ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജെറി വരുന്നുണ്ട്. ജോണും ശോഭയും അപ്പോഴും ഡൈനിങ് ടേബിളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. റോസും ജെറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജെറി റോസിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ജെറിയുടെ
ജെറിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ അങ്ങനെ മുഖം കുനിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോണും ശോഭയും കഴിക്കാൻ വന്നിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പള്ളിയിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ താനും കൂടെ വരുന്നുണ്ടെന്ന് ജെറി പറയുന്നു. അവനൊന്ന് ഓഫാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നത് റോസ് നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ പേരൻസിന്റെ കൂടെ ജെറി കൂടുതൽ അടുക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ജെറിക്ക് ആ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമായി തുടങ്ങി. എല്ലാവരോടും അയാൾ നല്ല ക്ലോസ് ആയി. ആരോണിനെ പോലും ഇടയ്ക്കിടയ്ക്ക് അയാൾ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് റോസിന്റെ ഉള്ളിൽ ദേഷ്യം കൂട്ടാൻ കാരണമായി. വല്ലപ്പോഴൊക്കെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ജോൺ ആകട്ടെ ജെറിയുടെ കമ്പനി കിട്ടിയതോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവരുടെ ഫാമിലെ ഒരു മുയൽ ചത്ത് കിടക്കുന്ന കാണുന്നു. പാമ്പോ മറ്റോ കടിച്ചിട്ടാണ് അത് ചത്തതെന്നാണ് ജോൺ പറയുന്നത്. പലപ്പോഴും ശോഭയുടെ കൂടെ ഷോപ്പിങ്ങിനും മറ്റും ജെറി പോകുമായിരുന്നു. ശോഭയുടെ കൂടെ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പള്ളിയിലേക്ക് കയറിപ്പോയ ഒരാളാകട്ടെ ജോമോനെ എന്ന് പറഞ്ഞിട്ട് ജെറിയെ വിളിക്കുന്നു. ശോഭ അത് ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അതൊന്നും അത്ര സീരിയസ് ആക്കാതെ അവൾ വീട്ടിലേക്ക് പോയി. എന്നാൽ ശോഭ കേൾക്ക മറ്റൊരാൾ തന്നെ ജോമോൻ എന്ന് വിളിച്ചത് ജെറിയുടെ ഉള്ളിൽ കുറച്ച് ടെൻഷന് കാരണമായി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു രാത്രിയിൽ ജെറി ഏതോ ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡ് കൂടി താൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് ജോണിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. അതെല്ലാവരും ചേർന്ന് കഴിക്കാമെന്നാണ് ജോൺ പറഞ്ഞത്. റോസിന് ഒരുപാട് ഇഷ്ടമുള്ള പൊറോട്ടയും ചില്ലി ചിക്കനും ആയതുകൊണ്ട് അവളെ അവർ കഴിക്കാൻ വിളിക്കുന്നു. എന്നാൽ അയാൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ അവൾക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു. ജെറിയോട് അവർ ആ ആഹാരം കഴിക്കാൻ പറഞ്ഞപ്പോൾ താൻ കഴിച്ചിട്ടാ വന്നത്, പക്ഷെ വേണമെങ്കിൽ താൻ ഒരു ഡ്രിങ്ക്സ് കുടിക്കാമെന്ന് പറയുന്നു. അവർ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങുന്ന കണ്ടിട്ട് റോസിന് ദേഷ്യം വരുന്നു. പപ്പ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ കുടിക്കുന്നുണ്ടെന്നും അത് ശരിയല്ല എന്ന് അവൾ പറയുന്നു. ഈ പ്രാവശ്യം ശോഭയും റോസിനോട് യോജിക്കുന്നു. ജെറി വന്ന ശേഷം കുറച്ച് കൂടുതൽ കുടിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് കേട്ട് ജെറി ആകട്ടെ ആകെ വല്ലാതായി അവരോട് പറയുന്നുണ്ട്, എനിക്ക് കുടിക്കണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ വന്നതിന്റെ പേരില് അങ്കിള് കൂടുതൽ കുടിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. എന്നാൽ ഇന്നത്തേക്ക് കൂടി ക്ഷമിക്കാനാണ് ജോൺ പറയുന്നത്. ഒടുവിൽ ശോഭയും സമ്മതിച്ചു. ജെറിയും ജോണും ചേർന്നിട്ട് വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. താൻ പറയുന്ന ഒരു കാര്യത്തിന് ഇവിടെ വിലയില്ലാത്ത കാരണം റോസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവള് ഫുഡ് എടുക്കാതെ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. ദേഷിച്ചു പോയ അവളുടെ റൂമിലേക്ക് ശോഭ ഫുഡുമായിട്ട് ചെല്ലുന്നു. ഭക്ഷണത്തോട് ദേഷ്യം കാണിക്കണ്ട, നീ ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് ഇവിടെ തന്നെ വെച്ചാൽ മതി, നാളെ രാവിലെ വന്ന് എടുത്തുകൊള്ളാമെന്നാണ് പറയുന്നത്. ജെറിയുടെ ഇവിടെയുള്ള താമസം നിനക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയുമ്പോൾ അയാൾ പൊയ്ക്കൊള്ളും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. ദേഷ്യം മാറാൻ വേണമെങ്കിൽ ഇന്ന് മുഴുവൻ നീ ഫോൺ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്റെ ഫോൺ ശോഭ അവൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം ശോഭ താഴെ വന്നിരുന്ന് ജെറിയോടും ജോണിനോടും സംസാരിച്ച് ആഹാരം കഴിക്കുകയായിരുന്നു. ആ സമയം കഴിച്ചു തീർന്ന പ്ലേറ്റുമായിട്ട് റോസ് അവിടേക്ക് വന്ന് ദേഷ്യത്തിൽ ആ പ്ലേറ്റ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് പോകുന്നു. രാത്രിയിൽ ഏകദേശം 1 മണി ആകാറായിട്ടുണ്ടാകും. റോസ് ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലുള്ള ഗസ്റ്റിനെ എങ്ങനെ പുറത്താക്കാമെന്ന്. പെട്ടെന്ന് ജെറിയുടെ റൂമിൽ ലൈറ്റ് ഓൺ ആയി. അവൾ നോക്കുമ്പോൾ അയാളാകട്ടെ വീടിനുള്ളിലേക്ക് കിടക്കുന്ന ആ ഡോറ് തുറന്ന് ഇവളുടെ റൂം ലക്ഷ്യമാക്കി വരുന്നതാണ് കാണുന്നത്. പേടിച്ചു പോയ അവളാകട്ടെ ഉറങ്ങുന്ന പോലെ തന്റെ ബെഡിൽ പോയി കിടന്നു. താൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കാകട്ടെ തന്റെ മുഖത്തേക്കെടുത്ത് ഇടുകയും ചെയ്തു. ബുക്ക് വായിച്ച് ഉറങ്ങിയ പോലെ അവൾ അഭിനയിച്ച് കിടക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് കയറിയ ജെറിയാകട്ടെ അവളുടെ റൂമിലെത്തി അവളുടെ മുഖത്തിരുന്ന ആ ബുക്കെടുത്ത് മാറ്റി അവൾ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വന്ന വഴിയെ തന്നെ തന്റെ റൂമിലേക്ക് കയറി. ഇവൻ എന്തിനാണ് തന്റെ റൂമിലേക്ക് വന്നതെന്ന് മനസ്സിലാകാതെ റോസ് അവന്റെ റൂമിന്റെ അടുത്ത് ചെന്ന് നിന്ന് അവന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. തന്റെ റൂമിൽ നിന്നും സ്റ്റെയർ വഴി പുറത്തേക്കിറങ്ങിയ ജെറിയാകട്ടെ നേരെ പോകുന്നത് ഫാമിന്റെ അടുത്തേക്കായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവനെ ഫോളോ ചെയ്ത് റോസും പോയി. ഫാമിനുള്ളിലുള്ള ഇവരുടെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്ന ജെറിയെ പിന്തുടർന്നു പോയപ്പോൾ അവിടെ ഉറങ്ങിക്കിടന്ന ജോലിക്കാരനെ അവൾ വിളിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. ജനലിലൂടെ നോക്കുമ്പോൾ അവൾ കാണുന്നത് ഫാമിനുള്ള ഓഫീസിലെ അലമാര തുറന്നിട്ട് അതിൽ നിന്നും പണവും മറ്റും എടുത്തു നോക്കുന്ന ജെറിയാണ്. തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി ജെറി തിരിഞ്ഞു നോക്കിയതും റോസ് പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അവന്റെ ഈ നീക്കങ്ങളെല്ലാം തന്നെ അവൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ഒന്നുകൂടി അവൾ ഓഫീസിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ജെറി അവിടെയൊന്നും കാണുന്നില്ല. അവന്റെ ടോർച്ച് നിലത്ത് കിടപ്പുണ്ട്. പക്ഷെ പെട്ടെന്ന് അവളുടെ ബാക്കിലായിട്ട് ജെറി വരുന്നു. അവൻ അവളുടെ മുഖത്തായിട്ട് എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ബോധം പോയി. പിന്നീട് കാണിക്കുന്നത് റോസ് തന്റെ ബെഡിൽ ഞെട്ടി ഉണരുന്നതാണ്. തലേന്ന് രാത്രി അവൾ വെച്ചതുപോലെ ആ ബുക്ക് അവളുടെ മുഖത്തുണ്ടായിരുന്നു. സമയം ഏകദേശം 10:45. അന്ന് അവൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറക്കം ഉണർന്നത്. തലേന്ന് കണ്ടത് സ്വപ്നമൊന്നും ആയിരിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആകെ ടെൻഷനോട് കൂടി താഴേക്ക് ചെന്ന് ശോഭയോട് ചോദിക്കുന്നുണ്ട് ജെറി എവിടെയെന്ന്. അവൻ ജോലിക്ക് പോയെന്ന് ശോഭ പറയുന്നു. തലേന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം അവൾ ശോഭയോട് പറഞ്ഞു. എന്നാൽ ശോഭ പറയുന്നുണ്ട്, നീ വായിച്ച ബുക്കിൽ നിന്ന് ഓരോ സ്റ്റോറീസ് നീ ഡ്രീം ചെയ്യുകയാണെന്ന്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് തലേന്ന് രാത്രി അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. ജോണിനോടും ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ ജോൺ ആകട്ടെ അവളെ കൂട്ടിക്കൊണ്ട് തന്റെ ബെഡ്റൂമിലേക്ക് കയറി അവിടെ ഇരുന്ന് ചെറിയ പൂച്ചട്ടിയുടെ അടിയിൽ വെച്ചിരുന്ന താക്കോലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന അലമാര തുറന്നിട്ട് അതിൽ നിന്നും വലിയൊരു താക്കോൽ കൂട്ടം എടുത്ത് കാണിക്കുന്നു. അതിലൊരു താക്കോൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ജെറി ഇപ്പോൾ താമസിക്കുന്ന റൂമിൽ നിന്നും ഇവരുടെ വീടിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. ഈ താക്കോൽ അവൻ മോഷ്ടിച്ച് ആ വാതിൽ തുറന്ന് ബെഡ്റൂമിൽ വന്ന് നീ ഉറങ്ങിയോന്ന് ചെക്ക് ചെയ്തോന്നൊക്കെയാണോ നീ പറയുന്നത്? എന്തായാലും അവനത് മോഷ്ടിക്കാൻ സാധ്യതയില്ല. അതുമല്ല ഇവരുടെ ഫാമിനുള്ള ഓഫീസിലെ അലമാരയുടെ താക്കോൽ ഇതിലാണുള്ളത്. നീ ഫോണിൽ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ കാര്യങ്ങളെങ്കിലും കാണിക്കാൻ പറയുമ്പോൾ അവൾ ഫോൺ എടുത്ത് നോക്കുന്നു. അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തന്നെ ബോധം കെടുത്തിയ ശേഷം അയാൾ അതിൽ നിന്ന് എല്ലാം തന്നെ ഡിലീറ്റ് ആക്കിയതായിരിക്കാമെന്നാണ് റോസ് പറയുന്നത്. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശോഭയ്ക്കോ ജോണിനോ വിശ്വാസം വരുന്നില്ല. ഓൾറെഡി ഒരുപാട് ഡ്രീമുകൾ കാണുന്ന കൂട്ടത്തിലാണ് അവൾ. ആ ഡ്രീംസ് എല്ലാം തന്നെ
റിയൽ ആണെന്ന് അവൾ വെറുതെ ചിന്തിക്കുന്നതാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. റോസിനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. അവൾ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന ബുക്കുകളൊക്കെ വലിച്ചെറിയുന്നു. കുറച്ചു കഴിഞ്ഞ് ജോണിന്റെ ശോഭയുടെ ബഹളം കേട്ടാണ് അവൾ താഴെ ഓടിച്ചെല്ലുന്നത്. ആ സമയം അവൾ കാണുന്നത് അവളുടെ പൂച്ച ചത്ത് കിടക്കുന്നതാണ്. അവൾ ആകെ തകർന്നുപോയി. വിഷമിച്ചിരിക്കുന്ന റോസിനെ കാണിച്ചുകൊണ്ടാണ് ഈ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ പൂച്ചയെ അവരെല്ലാവരും ചേർന്ന് കുഴിച്ചിടുന്നതും തന്റെ പൂച്ചയെ നഷ്ടപ്പെട്ടതിൽ ആകെ വിഷമിച്ചിരിക്കുന്ന റോസിനെയുമാണ്. പിറ്റേന്ന് രാവിലെ ആഹാരം കഴിക്കാൻ നേരത്ത് റോസ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജെറിയാകട്ടെ അവരോട് ചോദിക്കുന്നുണ്ട് ആ പൂച്ചയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന്. 12 വയസ്സുണ്ടായിരുന്നു എന്ന് ജോൺ പറയുന്നു. പക്ഷെ അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതിനുണ്ടായിരുന്നില്ല. നല്ല ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടന്നിരുന്നതാ. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അന്നൊരു മുയല് ചത്തതല്ലേ, പാമ്പ് കടിച്ചു എന്നല്ലേ അന്ന് നിങ്ങൾ പറഞ്ഞത്. അതുപോലെ ചിലപ്പം ഈ പൂച്ചയും പാമ്പ് കടിച്ചതായിരിക്കും എന്ന് ജെറി പറഞ്ഞതും അതൊന്നും റോസിന് ഇഷ്ടപ്പെട്ടില്ല. റോസ് റൂമിലേക്ക് പോയി തന്റെ പൂച്ചയുടെ ബെഡിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത്. ജെറി തലേന്ന് ഇവർക്ക് കൊണ്ടുകൊടുത്ത ഫുഡിൽ നിന്ന് ശോഭ ഒരു പ്ലേറ്റിലാക്കി റോസിന്റെ റൂമിൽ കൊണ്ടുവന്നിരുന്നില്ലേ, ആ ഫുഡ് അവള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ അതല്ല ഈ പൂച്ചയ്ക്കാണ് കൊടുത്തത്. അത് ഓർമ്മ വന്നതും അവള് പെട്ടെന്ന് ഈ കാര്യം പോയി ശോഭയോട് പറയുന്നു. താനല്ല ഫുഡ് കഴിച്ചത്, അത് കഴിച്ചത് ആ പൂച്ചയാണെന്ന്. തന്റെ മകള് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ശോഭയ്ക്ക് തോന്നി. അവർ അലമാര തുറന്ന് അതിൽ നിന്നും ഒന്നും മോഷണം പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. ഫാമിലുള്ള അലമാരയും തുറന്ന് അതിൽ വെച്ചിരുന്ന പണമെല്ലാം അതുപോലെ ഉണ്ടോ എന്ന് നോക്കി. ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല. അതോടെ റോസ് വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണെന്ന് ശോഭയ്ക്ക് മനസ്സിലായി. ശോഭ ഇക്കാര്യം ജോണിനോടും പറയുന്നു. ജോൺ പറയുന്നുണ്ട് അന്നേ അവളെ ഏതെങ്കിലും കൗൺസിലറെ കാണിക്കേണ്ടതായിരുന്നു. അലന്റെ മരണശേഷം അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നല്ലോ. ഇതിപ്പോ അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ള പോലെയാണ് പെരുമാറുന്നത്. തന്റെ അച്ഛനും അമ്മയും തന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലായതോടുകൂടി റോസിന്റെ ദേഷ്യം മുഴുവൻ ജെറിയോടായിരുന്നു. അവൾ നേരെ സ്റ്റെപ്പ് കയറി ജെറിയുടെ റൂമിലെത്തി അവനുമായിട്ട് വഴക്കിടുന്നു. നീയാണ് ആ പൂച്ചയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാൻ തുടങ്ങി. എന്നാൽ എന്തിനടി ബഹളം വെക്കുന്നത്, അടങ്ങി നിൽക്കുന്നു പറഞ്ഞിട്ട് ജെറി അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. വീണ്ടും അവള് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതും ബഹളം കേട്ട ആൾക്കാരെ തെറ്റിദ്ധരിച്ച് വരണ്ടെന്ന് കരുതി ജെറി പെട്ടെന്ന് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ജോണും ശോഭയും അവിടേക്ക് വരുന്നത്. റോസിന്റെ വാവൻ പൊത്തിപ്പിടിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ റോസിനെയും കൂട്ടി താഴേക്ക് പോയി. ശോഭ ജോണിനോട് പറയുന്നുണ്ട് കാര്യം എന്തൊക്കെയാണെങ്കിലും ജെറി റോസിന്റെ വാ പൊത്തിപ്പിടിച്ചത് ശരിയായില്ല എന്നും ദേഹത്തു തൊട്ടുള്ള ഒരു കളിയും വേണ്ട എന്നും. അവൾ അങ്ങോട്ട് ചെയ്തതും തെറ്റല്ലേ എന്നാണ് ജോൺ ചോദിക്കുന്നത്. ജെറി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ജോണിന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കവിതയുമായിട്ടുള്ള ശോഭയുടെ ഫ്രണ്ട്ഷിപ്പില് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം കവിതയുടെ കസിനാണല്ലോ ജെറി. അവന്റെ മുകളിൽ ഒരു ശ്രദ്ധ വേണം. കുറച്ചു ദിവസം കൂടിയല്ലേ അവനിവിടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവന് പോയിക്കൊള്ളും. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ദേഹത്തു തൊട്ടുള്ള കളി ഞാൻ സമ്മതിക്കില്ല എന്നാണ് ശോഭ പറയുന്നത്. അന്ന് രാത്രി റോസ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശോഭ തന്റെ മകളുടെ റൂമിൽ വന്ന് കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ആഹാരം കഴിക്കാൻ വന്നപ്പോൾ ആരും ജെറിയോട് സംസാരിച്ചില്ല. എന്നാൽ ജെറി എല്ലാവരോടും സോറി പറയുന്നു. ഇന്നലത്തെ സംഭവം വെച്ചിട്ട് നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കണ്ട. പെട്ടെന്ന് റോസ് തന്റെ റൂമിലേക്ക് കയറി വന്ന് പ്രശ്നമുണ്ടാക്കി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി ആൾക്കാർ തന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ചിട്ട് പാനിക്കായി ഞാൻ അറിയാതെ അവളുടെ വാ പൊത്തിപ്പിടിച്ചതാ, അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല. പറ്റിപ്പോയി തെറ്റിന് അവൻ സോറിയും പറയുന്നു. ഇത്രയൊക്കെയാണെങ്കിലും വാ പൊത്തിപ്പിടിക്കാൻ ഞാൻ പാടില്ലായിരുന്നു. അവളെ അനുവാദമില്ലാതെ ടച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ്. ജെറി എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് ക്ഷമയും ചോദിച്ചതോടുകൂടി ജോണിനും ശോഭയ്ക്കും കുറച്ച് ആശ്വാസം തോന്നി. എന്നാൽ റോസിന്റെ മനസ്സിലെ ഡൗട്ടുകൾ ഒന്നും തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജെറി തന്റെ റിസർച്ച് സെന്ററിലേക്ക് പോയ ശേഷം പേരൻസിന്റെ അലമാരയിൽ നിന്നും താക്കോൽ കൂട്ടം എടുത്ത് റോസ് ആകട്ടെ തങ്ങളുടെ വീടിനുള്ളിൽ നിന്നും ജെറിയുടെ റൂമിലേക്ക് തുറക്കുന്ന ആ ഡോറ് തുറന്ന് അവന്റെ റൂമിലെത്തി അവിടെ എല്ലാം പരിശോധിക്കുന്നു. സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കണ്ടെത്താൻ അവൾക്ക് സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ സമയം ജെറിയാകട്ടെ റിസർച്ച് സെന്ററിൽ പോയ ശേഷം അവിടെ നിന്ന് നേരെ തിരിച്ച് മറ്റെങ്ങോട്ടോ പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ റോസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ശോഭ അവിടേക്ക് കയറി വരുന്നു. നീ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആ സമയം താൻ കണ്ടെത്തിയ ഒരു കാര്യം ശോഭ അവൾ കാണിക്കുന്നു. അത് ജെറിയുടെ ഐഡന്റിറ്റി കാർഡായിരുന്നു. അതിൽ അവന്റെ പേര് ജോമോൻ സ്കറിയ എന്നായിരുന്നു. ജെറി എന്നയാൾ എന്തിനാണ് പേര് മാറ്റി പറഞ്ഞതെന്നാണ് റോസ് ചോദിക്കുന്നത്. അതോടെ ശോഭയ്ക്കും ഡൗട്ടുകൾ കൂടാൻ തുടങ്ങി. ജെറിയുടെ പേര് ജോമോൻ എന്നാണെന്ന് കണ്ടുപിടിച്ച കാര്യം ജോണിനെ അറിയിക്കാൻ വിളിച്ചെങ്കിലും പുറത്തെന്തോ ആവശ്യത്തിന് പോയ അയാൾ ഫോൺ എടുത്തില്ല. എന്താണെങ്കിലും ഇതൊന്ന് കൺഫേം ചെയ്യണമെന്ന് കരുതിയിട്ട് ശോഭ കവിതയെ വിളിക്കുന്നു. കവിതയ്ക്ക് ഒരു ജോമോൻ സ്കറിയെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കവിത അത് ആരാണെന്ന് കുറച്ചുനേരം ഒന്ന് ചിന്തിച്ചു. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നിട്ട് ശോഭയുടെ അവൾ പറയുന്നുണ്ട് അത് നമ്മുടെ ജെറി തന്നെയാണെന്ന്. അവന്റെ യഥാർത്ഥ പേര് ജോമോൻ സ്കറിയ എന്നാണ്. ജെറി എന്നുള്ള പേര് പള്ളിയിലിട്ടതാണ്. എല്ലാവരും അവനെ ജെറി എന്ന് വിളിക്കുന്ന കാരണം പെട്ടെന്ന് അവന്റെ റിയൽ നെയിം ഒക്കെ മറന്നുപോയി. അതോടെ ആ ഡൗട്ട് അവർക്ക് ക്ലിയർ ആയി. എന്നാലും ശോഭ കവിതയോട് ചോദിക്കുന്നുണ്ട് ജെറി നിങ്ങളുടെ കസിനാണെന്നല്ലേ പറഞ്ഞത്? അന്ന് ഫംഗ്ഷന് വന്ന സമയത്ത് ജെറി അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന്. അവൻ ഇവിടെ എവിടെയോ നിൽപ്പുണ്ടായിരുന്നു എന്ന് കവിത പറയുന്നു. തൽക്കാലം ആ ഫോൺ കട്ട് ചെയ്ത ശേഷം അന്ന് ഫംഗ്ഷനിൽ വെച്ചെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ ശോഭ പരിശോധിക്കുന്നു. കവിത ഫോട്ടോസ് എല്ലാം തന്നെ അവരുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസിൽ ഒന്നില് ജെറി ഉണ്ടായിരുന്നു. അതോടുകൂടി അവർക്ക് ഉറപ്പായി തങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് ജെറി എന്ന് പറയുന്ന ജോമോൻ തന്നെയാണെന്ന്. അത് കവിതയുടെ കസിനുമാണ്. റോസ് സംശയിക്കുന്ന പോലെ അവൻ കുഴപ്പക്കാരനല്ല. ശോഭയ്ക്ക്
തനിക്ക് ഈ കാര്യം ഉറപ്പുവന്നതോടുകൂടി അവൾ റോസിനോട് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുകയാണെന്ന്. ആ സമയം ജെറി ഉണ്ടായിരുന്നത് മേരി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് പള്ളിയിലേക്ക് ശോഭ വന്ന സമയത്ത് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയ ഒരു സ്ത്രീയില്ലേ, നേരത്തെ കന്യാസ്ത്രീ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത്, ആ സ്ത്രീയുടെ വീട്ടിലാണ് ജെറി ഉണ്ടായിരുന്നത്. ജെറി അവരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ജെറി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കവിതയുടെ കോള് ജെറിക്ക് വരുന്നു. ശോഭ വിളിച്ചിരുന്നുവെന്നും ജോമോൻ എന്ന പേര് നിന്റേതാണെന്നൊന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാണെന്നും പറഞ്ഞതോടുകൂടി ജെറി ആകെ ടെൻഷനിലായി. ശോഭ ഇത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയെങ്കിലും ജെറി വർക്ക് ചെയ്യുന്ന റിസർച്ച് സെന്ററിൽ കൂടി പോയി ഒന്ന് അന്വേഷിക്കാൻ ശോഭ തീരുമാനിക്കുന്നു. ജെറിക്ക് വേണ്ടിയിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി അവനെ കാണാനെന്നുള്ള മുഖേനയായിരുന്നു അവൾ റിസർച്ച് സെന്ററിലേക്ക് എത്തിയത്. സെന്ററിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ജോലിക്കാരിയോട് ജെറി എന്നോ ജോമോൻ എന്നോ പേരുള്ള ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെയും തനിക്ക് അറിയില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. ഓഫീസിൽ അന്വേഷിക്കാനാണ് പറയുന്നത്. ഓഫീസിനകത്തോട്ട് ശോഭ കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് പുറത്തുനിന്നും ജെറി ഓടി വരുന്നു. എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് ജെറി എന്തായി പുറത്തുനിന്ന് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ സ്മോക്ക് ചെയ്യാൻ പോയതാണെന്നാണ് ജെറി പറയുന്നത്. എന്നാൽ അവൻ ഓടിക്കിതച്ചായിരുന്നു വന്നിരുന്നത്. താൻ കുറച്ച് ഇറച്ചി ഉണ്ടാക്കി അത് കൊണ്ടുതരാൻ വന്നതാണെന്ന് ശോഭയും പറയുന്നു. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ജെറി അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ശോഭ പറയുന്നുണ്ട്, ജെറി വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന്, വെറുതെ ഒന്ന് കാണാലോ എന്ന്. ജെറി കുറച്ച് ടെൻഷനിലായി. തൽക്കാലം ശോഭയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി താൻ ഇരിക്കുന്ന ഓഫീസ് റൂം എല്ലാം കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇവിടെ ആരും ഇല്ലാത്തെന്ന് ചോദിക്കുമ്പോൾ അതാ ഞാനും ആലോചിക്കുന്നത്, എല്ലാവരും എവിടെ പോയിന്ന് അറിയാൻ വയ്യാന്ന്. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നോക്കുമ്പോൾ അവരെല്ലാവരും അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെയാണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരുടെയും പേരുകൾ പറയുന്നു. അതിലൊരു സ്ത്രീയെ കൈയെടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ ജെറിയെ നോക്കി ചിരിക്കുകയും ചെയ്തു. അതോടുകൂടി ശോഭയ്ക്ക് ഏകദേശം ഉറപ്പായി ജെറി ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് ഇവരെയൊന്നും പരിചയം കാണില്ലല്ലോ. അങ്ങനെ അന്ന് രാത്രി റൂമിലിരുന്ന് റോസ് ബുക്ക് വായിക്കുകയായിരുന്നു. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ജെറിയെ കുറിച്ച് ആലോചിച്ചിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോണും ശോഭയും വന്ന് അവളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അവൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പാർട്ടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ജെറി എന്തായാലും അവർ വിളിച്ചില്ല. പിറ്റേന്ന് രാവിലെ ജോൺ പറഞ്ഞ പ്രകാരം അവൾക്ക് ഫോൺ കൊടുക്കുന്നു. കൂടാതെ അവൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത സ്കൂട്ടിയുടെ ഫോട്ടോസും കാണിച്ചു കൊടുക്കുന്നു. ഒരാഴ്ചക്കകം ആ വണ്ടി ഡെലിവറി ആകുമെന്ന് അവർ പറയുന്നുണ്ട്. ഈ 2 സർപ്രൈസ് കൂടാതെ ഒരു സർപ്രൈസ് കൂടി അവൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ ഈ റോസ് വാലി എന്ന് പറയുന്ന ഫാം അവളുടെ പേർക്ക് എഴുതി കൊടുക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് റോസ് ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇവരിങ്ങനെ സന്തോഷം നിൽക്കുന്ന കണ്ടിട്ടാണ് ജെറി അവിടേക്ക് വരുന്നത്. ജെറി അവരോട് പറയുന്നുണ്ട് തന്റെ റിസർച്ച് കംപ്ലീറ്റ് ആയി 2 ദിവസത്തിനകം വെച്ചിട്ട് താൻ ഇവിടെ നിന്ന് പോകുമെന്ന്. അത് കേട്ടതോടെ റോസ് ഒരുപാട് ഹാപ്പിയായി. മറ്റെന്തിനേക്കാളും വലിയ ഗിഫ്റ്റ് അത് തന്നെയാണെന്ന് അവൾ ശോഭയോട് പറയുന്നു. കാരണം ജെറിയുടെ പ്രസൻസ് ഒട്ടും തന്നെ റോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് അവൾക്ക് വേണ്ടി പുതിയ ബാങ്ക് അക്കൗണ്ട് എടുക്കുകയും ATM കാർഡ് അവളുടെ കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശോഭ. അന്ന് ഉച്ചയ്ക്ക് ശേഷം ജെറി ആകട്ടെ വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തെങ്ങും തന്നെ ശോഭയോ ജോണിനെയോ റോസിനെയോ കണ്ടില്ല. അവിടെ ആരും ഇല്ലാന്ന് മനസ്സിലാക്കി ജെറി നേരെ ഫാമിനുള്ളിലൂടെ ബാക്കിലുള്ള ഏരിയയിലേക്ക് പോകുന്നു. അവനെ ഫോളോ ചെയ്ത് അവിടെ ജോലിക്ക് വന്ന ആ വേലു എന്ന് പറയുന്ന ജോലിക്കാരനും പോകുന്നു. ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും എന്തോ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവിടേക്ക് വന്നതെന്ന്. ജെറി വേലുവിനോട് പറയുന്നുണ്ട്, വന്ന കാര്യം ഏകദേശം നടന്നു, എന്നാൽ പൂർണ്ണമായി നടന്നെന്ന് പറയാൻ പറ്റില്ല. 2 ദിവസം കൂടി കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുറച്ചു ദിവസം കൂടി എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിൽക്കണം, എന്നാൽ മാത്രമേ വന്ന ജോലി പൂർണ്ണമാക്കാൻ പറ്റൂ. ഞാനിവിടെ നിന്ന് പോയാലും നീ കുറച്ചു നാൾ കൂടി ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. സംശയം തോന്നാതിരിക്കാൻ അതാ നല്ലതെന്ന് ജെറി പറഞ്ഞതും വേലു അതിന് സമ്മതിക്കുന്നു. ബാങ്കിൽ പോയിട്ട് താഴെയുള്ള ചെറിയ വഴിയിലൂടെ നടന്നു വരികയായിരുന്നു ശോഭയും റോസും. ആ സമയം ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് സിഗരറ്റ് വലിക്കുന്നത് ശോഭ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേലു ജെറിയോട് ചോദിക്കുന്നുണ്ട്, ചോര ചീന്താതെ കാര്യങ്ങൾ നടക്കുമോ എന്ന്. ചോര ചീന്തേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ചെയ്യണമെന്നാണ് ജെറി തിരിച്ചു പറയുന്നത്. കാരണം ഓൾറെഡി ഒരു പൂച്ചയുടെ ചോര ചീന്തി. ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് ഡൗട്ട് തോന്നിയ ശോഭയാകട്ടെ റോസിനെ വീടിനുള്ളിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ഫാമിനുള്ളിലൂടെ ഇവർ നിൽക്കുന്നതിന് ബാക്കിലായിട്ട് വരുന്നു. കാലനക്കം കേട്ടതും ഇവർ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു. ശോഭ ഇവരോട് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചതും ജെറി പറയുന്നുണ്ട്, ഞാനൊന്ന് സ്മോക്ക് ചെയ്യാൻ വന്നതാ, ഇവൻ എനിക്ക് കമ്പനി തന്നതാണെന്ന്. എന്നിട്ട് രണ്ടുപേരും അവരുടെ കാര്യം നോക്കിപ്പോയി. ശോഭയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ടായിരുന്നു. ആ സമയം ജെറിയും വേലുവിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. കാരണം ആ സമയം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് ആ കാള പ്രശ്നം ഉണ്ടാക്കി ഓടിയത് വേലു കാരണം തന്നെയാണ്. അവൻ മനഃപൂർവ്വം ആ കാളയ്ക്ക് എന്തോരു മരുന്ന് മണപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കാള ബഹളം ഉണ്ടാക്കുന്ന കേട്ടിട്ട് വീട്ടിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങി തക്കം നോക്കി ജെറിയാകട്ടെ വീടിനുള്ളിൽ പരിശോധന നടത്തി. ഇവരുടെ താക്കോൽ കൂട്ടിരിക്കുന്ന ആ അലമാരയ്ക്കടുത്തേക്ക് പോയി ആ അലമാര തുറക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റോസ് അതിഥിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവള് ശോഭയോട് ഫോണിൽ സംസാരിച്ച് വരുന്ന വഴിക്ക് അവളെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നി. പെട്ടെന്ന് വഴിയിലുണ്ടായിരുന്ന ലൈറ്റുകൾ അണയുന്നു. ബാക്കിലൂടെ നടന്നു വരുന്ന ആളെ കണ്ടതും അവൾ പേടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്ക് വരുന്നു. ശോഭയെ വിളിച്ചിട്ട് അവിടെ എങ്ങും തന്നെ ആരെയും കാണുന്നില്ല. ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ശോഭ അവിടെ തന്നെ ഇരിക്കുന്ന കണ്ട് ഓടിപ്പോയി ശോഭയുടെ അടുത്തേക്ക് വീണ് അമ്മയെന്ന് വിളിച്ചതും പെട്ടെന്ന് ശോഭയുടെ കണ്ണ് കണ്ട് അവൾ പേടിക്കുന്നു. ശോഭയ്ക്കും പച്ച കണ്ണുകളായിരുന്നു. ഇത് അവൾ കണ്ടൊരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം കണ്ടാണ് റോസ് രാവിലെ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അന്നത്തെ ദിവസമാണ് ജെറി ഇവിടെ നിന്നും റിസർച്ച് ഒക്കെ തീർത്തിട്ട് പോകുന്നതെന്ന് റോസിനറിയാം.
അറിയാം. അതുകൊണ്ട് രാവിലെ കുറച്ച് ഹാപ്പി ആയിട്ടായിരുന്നു അവൾ താഴേക്ക് ഇറങ്ങി ചെന്നത്. ഇനി ജെറിയുടെ ഫേസ് കാണേണ്ടി വരില്ലല്ലോ, ഇന്നും കൂടി അയാളെ സഹിച്ചാൽ മതിയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ ജെറി എല്ലാവരോടും പറയുന്നുണ്ട് തന്റെ റിസർച്ച് ഇന്ന് തീരും, പിന്നീട് കുറച്ച് പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ, അത് താൻ നാട്ടിൽ പോയിട്ട് അയച്ചു കൊടുത്താലും മതിയെന്ന്. പക്ഷെ തനിക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ട് അത് ഇവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണമെന്ന്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ. അതിനൊരു 3-4 ദിവസം കൂടി എനിക്കിവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ നിന്ന് അയച്ചു കൊടുത്തോളാം. അവൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ജോണിന് ശോഭയ്ക്കും തോന്നി അവനെ അങ്ങനെ ഇറക്കി വിടേണ്ട കാര്യമില്ലാന്ന്. ഒരു 3-4 ദിവസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ, താനത് തീർത്തിട്ട് പോയാൽ മതിയെന്നും ഇനിയിപ്പോൾ അയച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ടെന്നും ജോൺ പറഞ്ഞു. അത് കേട്ടതും റോസിന് വീണ്ടും ദേഷ്യം വരുന്നു. 4 ദിവസം കൂടെ നിൽക്കാൻ അയാൾ സമ്മതിച്ചതും സന്തോഷത്തോടു കൂടി ജെറി പറയുന്നുണ്ട് ഇന്ന് രാത്രി ഞാൻ ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം, എന്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തതിന്റെ ചെലവ് ഞാൻ ചെയ്യുമെന്ന്. അവൻ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കാൻ ശോഭയ്ക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ശോഭയാകട്ടെ ജെറിയോട് പറയുന്നുണ്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങണ്ട, നമുക്ക് തന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന്. റോസിന് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ റൂമിൽ തന്നെ പോയിരിക്കുകയാണ്. കിച്ചണിലാകട്ടെ ജോണും ശോഭയും ജെറിയും ചേർന്നിട്ട് കുക്കിങ്ങിലായിരുന്നു. അതിനിടയ്ക്ക് ജെറിയാകട്ടെ തന്റെ ഗ്രാൻഡ്മയെ വിളിച്ചിട്ട് ശോഭയെ കാണിച്ചു കൊടുക്കുന്നു. അവനെ 3-4 ദിവസം കൂടി അവിടെ നിൽക്കാൻ സമ്മതിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഗ്രാൻഡ്മ പറയുന്നുണ്ട്. ജെറിയുടെ ഫാമിലിയോടൊക്കെ സംസാരിച്ചപ്പോൾ ശോഭയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി. അവൻ അത്ര കുഴപ്പക്കാരനല്ല എന്ന് ശോഭ വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. വീണ്ടും 1-2 ദിവസങ്ങൾ കഴിഞ്ഞു. റോസിനാകട്ടെ ഇനി ദിവസങ്ങൾ എണ്ണിയിരിക്കാൻ പോലും തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ജെറിയെ പുറത്താക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ജെറിയാകട്ടെ മരിച്ചുപോയ അവരുടെ അലന്റെ വയലിനൊക്കെ എടുത്തു വെച്ച് അലൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മ്യൂസിക് വായിക്കുകയാണ്. അലൻ ഇഷ്ടപ്പെട്ട മ്യൂസിക് നിനക്കെങ്ങനെ അറിയാമെന്ന് ജെറിയോട് ജോൺ ചോദിക്കുമ്പോൾ ജെറി പറയുന്നുണ്ട് ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണെന്ന്, അതൊരുവിധം എല്ലാവർക്കും അറിയാമെന്ന്. അവന്റെ വയലിൻ വായനയൊക്കെ കേട്ടിട്ട് ടോണും ശോഭയും തങ്ങളുടെ മകൻ അലനെ മിസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇമോഷണൽ ആയിരിക്കുകയായിരുന്നു. ഇതൊന്നും തന്നെ റോസിന് ഇഷ്ടപ്പെട്ടില്ല. ജെറി ഇനി ഒരു ദിവസം കൂടി ഇവിടെ നിർത്താൻ പാടില്ല. അതിഥിക്ക് അവൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞാൻ അവനെ നാളെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്, അതിനെന്തെങ്കിലും ഒരു വഴി കാണുമെന്നും. പിറ്റേന്ന് രാവിലെ ഫാമിലെ പശുക്കളുടെ പാലുമായിട്ട് ജോൺ ടൗണിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാൻ ശോഭയും റെഡിയായി വന്നു. നീ വരുന്നു എന്ന് റോസിനോട് ചോദിച്ചപ്പോൾ താൻ വരുന്നില്ല എന്നാണ് റോസ് പറഞ്ഞത്. എന്നാൽ ആരോണിനെ നോക്കി അകത്ത് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ശോഭ മാർക്കറ്റിലേക്ക് പോയി. എന്തെങ്കിലും പ്ലാൻ ഇട്ട് ജെറി ഇവിടെ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു റോസിന്റെ മനസ്സിൽ. ആ സമയം റോസും ആരോണും ജെറിയും മാത്രമേ ആ വീട്ടിലുള്ളൂ. ശോഭ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് നിന്ന സമയത്ത് പാലൊക്കെ കൊടുത്തിട്ട് ജോൺ പള്ളിയിലച്ഛനെയും കൂട്ടി അതുവഴി വരുന്നുണ്ടായിരുന്നു. ശോഭ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് അവർ വരുന്നത്. റോസിന്റെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് ഓൾറെഡി അച്ഛനോട് ശോഭ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് കണക്കാക്കിയാണ് അച്ഛൻ ഇപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. റോസ് വീട്ടിലുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അവൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു, അതിഥിയുടെ വീട്ടിലെങ്ങാനും പോയൊന്നും തനിക്കറിയില്ല, താനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശോഭ റോസിനെ വിളിക്കുന്നു. ഞങ്ങളൊരു 5 മിനിറ്റിലെത്തും, ഇവിടുത്തെ കുരിശടി കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞതും ആ ഒരു അവസരം റോസ് മുതലെടുക്കുന്നു. അവള് പെട്ടെന്ന് സ്റ്റെയർ കയറി മുകളിലുള്ള ജെറിയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് താഴെ കുഞ്ഞു മാത്രമേ ഉള്ളൂ, അവിടെ ഒരു പാമ്പ് കയറി, വീട്ടിൽ ആരുമില്ല, ഒന്ന് ഓടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ. എന്നാൽ ഇത് നിന്റെ അടവാണോ എന്ന് പലതവണ ജെറി ചോദിച്ചു. അടവൊന്നുമല്ല, റിയൽ ആയിട്ട് പാമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് അവൾ താഴേക്ക് ഓടിപ്പോയി. സത്യമായിരിക്കും എന്ന് കരുതിയിട്ട് ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് ജെറി പാമ്പിനെ പിടിക്കാൻ ചെന്നു. എന്നാൽ അവിടെ എങ്ങും തന്നെ ഒന്നിനെയും കണ്ടില്ല. ശരിക്കും ഇവിടെ പാമ്പ് കയറിയെന്ന് അവൻ പലതവണ ചോദിക്കുന്നുണ്ട്. ഉണ്ട് അവിടെയൊക്കെ നോക്കുന്നു പറഞ്ഞിട്ട് അവളാകട്ടെ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ ഫാമിലി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇവനെ കൊണ്ട് സ്വന്തം ശരീരത്തിൽ തൊടിയിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. കണ്ടുകൊണ്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ ഇവനുമായിട്ട് വഴക്കിടും, ഇവനെ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. കാറ് താഴെന്ന് കയറി വരുന്ന കണ്ടതും അവള് ജെറിയോട് പറയുന്നുണ്ട് പാമ്പ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ദേ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്ന്. നിന്റെ നാടകമായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ജെറി അവളോട് ചൂടാകുന്നു. അവളാകട്ടെ ജെറി അടിക്കാൻ വേണ്ടിയിട്ട് കൈ മുകളിലേക്ക് ഉയർത്തി. പെട്ടെന്ന് അവൻ അത് തടയാൻ വേണ്ടി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കാറ് വന്ന് വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ അവര് കാണുന്നത് റോസിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജെറിയാണ്. ഇത് കണ്ട് എല്ലാവരും ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി. റോസ് പറയുന്നുണ്ട് ഇവിടെ ഒരു പാമ്പ് കയറിയ കാരണം താൻ ഇയാളെ ഹെൽപ്പിന് വിളിച്ചതാണ്, പക്ഷെ ഇയാൾ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ്, എന്റെ കയ്യിൽ കയറി പിടിച്ചു എന്നൊക്കെ. എന്നാൽ ഇവള് കള്ളം പറയുകയാണ്, ഇതെല്ലാം ഇവളുടെ നാടകമാണെന്ന് ജെറി പറഞ്ഞിട്ടും അതൊന്നും ആരും വിശ്വസിച്ചില്ല. ജെറിയോട് തൽക്കാലം മുകളിലേക്ക് കയറി പോകാൻ പറഞ്ഞു. പള്ളിയിലച്ഛനും കൂടി ഇത് കണ്ടുകൊണ്ട് വന്നതോടുകൂടി അയാൾ റോസിനോട് സംസാരിക്കുന്നു. റോസ് ഇതുവരെ തനിക്ക് ജെറിയെ പറ്റി തോന്നിയ സംശയങ്ങളെല്ലാം തന്നെ പറയുന്നു. ഒരു തവണ അവളുടെ വാബുത്തിപ്പിടിക്കാനും അയാൾ ശ്രമിച്ചിട്ടുണ്ടെന്നറിഞ്ഞിട്ട് അച്ഛൻ ശരിക്കും ജോണിനോടും ശോഭയോടും ചൂടാകുന്നു. അത്രയൊക്കെ അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അവനെ ഈ വീട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. എത്ര വലിയ ബന്ധമാണെങ്കിലും ശരി, വീട്ടിലെ കുട്ടിയുടെ ദേഹത്ത് അവൻ കൈവെക്കാൻ പാടില്ലായിരുന്നു. നാളെ തന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാ നല്ലത്. അച്ഛനും കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ജോണും ശോഭയും തീരുമാനമെടുത്ത് ജെറിയോട് സംസാരിക്കുന്നു. അച്ഛനൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് ഇനി ജെറി ഇവിടെ നിൽക്കണ്ടെന്നും എന്താണെങ്കിലും നാട്ടിൽ ചെന്നിട്ട് റിസർച്ച് വർക്കിന്റെ പേപ്പറുകൾ അയച്ചു കൊടുക്കാൻ ജെറിക്ക് പറ്റുമല്ലോ. റിസർച്ച് തീർന്ന സ്ഥിതിക്ക് തൽക്കാലം നാളെ തന്നെ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലതെന്ന്. അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ ജെറി സോറി പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ താൻ നാളെ തന്നെ പൊയ്ക്കൊള്ളാമെന്നും പറയുന്നു. ഞങ്ങളൊന്നും വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് പിരിയാമെന്നായിരുന്നു അവർ പറയുന്നത്. കാരണം ഇവരും ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ജെറി യാത്ര അയക്കാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആഹാരമൊക്കെ കഴിച്ച ശേഷം ജെറി തന്റെ സാധനങ്ങളും എടുത്ത് പോകാൻ ഒരുങ്ങി. ജോണും കുടുംബവും അവന്റെ തൊട്ടു പിന്നാലെ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. അവരും ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ആ സിറ്റി വിട്ട് അവൻ പോയിട്ടുണ്ടെന്ന് അതിലൂടെ
അവർ ഉറപ്പുവരുത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം റോസിനായിരുന്നു. സിറ്റിയിലെത്തിയ ശേഷം അവൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന 2 വീലർ എടുത്തുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. ജോൺ ആയിരുന്നു ആ വണ്ടി ഓടിച്ച് പിറകെ വന്നിരുന്നത്. കാറിലിരുന്നു കൊണ്ട് ശോഭയാകട്ടെ റോസിനോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും അവനെ ഓടിച്ചതല്ലേ എന്ന്. കാരണം ശോഭയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവള് മനഃപൂർവ്വം ഒരു നാടകം കളിച്ചതാണെന്ന്, അല്ലാതെ അവിടെ പാമ്പൊന്നും കയറിയിട്ടില്ലായിരുന്നു എന്ന്. റോസ് ഇത് കേട്ട് ചിരിച്ചതും ശോഭയും ചിരിക്കുന്നു. ജെറി അവിടെ നിന്ന് പോയ ശേഷം അവൾ സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങാൻ ആരംഭിച്ചു. രാത്രിയിൽ പിന്നീട് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊന്നും അവളെ തേടി എത്തിയില്ല. പതിയെ അവള് 2 വീലർ ഓടിക്കാൻ പഠിച്ചു. ജെറി താമസിച്ചിരുന്ന അലന്റെ റൂം പഴയ പോലെ തന്നെയാക്കി. അലന്റെ സാധനങ്ങളെല്ലാം അവിടെ തിരികെ വെച്ചു. ഇനി അലന്റെ റൂമിൽ ആരും വന്ന് താമസിക്കാൻ പാടില്ല എന്നും ആ റൂം എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും ആരോൺ വളർന്നു കഴിയുമ്പോൾ അവന് കൊടുത്താൽ മതിയെന്നും റോസ് പറയുന്നു. തനിക്കിത് പ്രോമിസ് ചെയ്ത് തരണമെന്നും ജോണിനോടും ശോഭയോടും അവൾ ആവശ്യപ്പെടുകയും ചെയ്തു. അവരും അതിന് ഓക്കെ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ പള്ളിയിലും പോയി ഫാമിലെ കാര്യങ്ങളൊക്കെ നോക്കി അവൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ അലന്റെ ആ റൂമിൽ വന്ന ശേഷം അവിടെ നിന്ന് ലൈറ്റ് ഓഫ് ആക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടെ ജെറി ഇരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. ഒരു നിമിഷം അവളൊന്ന് പേടിച്ചു. എന്നാൽ അത് അവളുടെ തോന്നൽ മാത്രമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഏകദേശം 2 മാസങ്ങൾ കടന്നു. 2 മാസങ്ങൾക്ക് ശേഷം ജെറി വീണ്ടും ആ ടൗണിലേക്ക് വരുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവിടെയാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജെറി 2 മാസത്തിന് ശേഷം തിരിച്ചെത്തിയ ആ ദിവസം അലന്റെ ഓർമ്മ ദിവസമാണെന്നാണ്. സെമിത്തേരിയിലെത്തി അലന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ജോണും കുടുംബവും. ഇവരെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ജെറി. അവന്റെ വണ്ടിയിലേക്ക് കുറച്ചു കഴിഞ്ഞ് വേലുവും വന്ന് കയറുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ശോഭയോടും മകളോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ജോൺ മറ്റെവിടേക്കോ പോകുന്നു. ജോൺ പുറത്ത് മറ്റൊരു കാറ് കൂടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ശോഭ കാണാതെ ജോൺ ആ കാർ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗിലേക്കാണ്. ജോണിന്റെ ആ കാറിനെ ഫോളോ ചെയ്ത് ജെറിയും പോകുന്നുണ്ട്. ആ ഒഴിഞ്ഞ ബിൽഡിംഗിലെത്തി അവിടെ കിടന്നിരുന്ന 2 ചെയറുകളും ടേബിളും എല്ലാം ശരിയാക്കി വെച്ച ശേഷം ജോൺ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ആയപ്പോഴേക്കും ജോൺ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ശോഭ ചോദിച്ചപ്പോൾ തന്റെ 1-2 ഫ്രണ്ട്സിനെ കാണാൻ പോയെന്ന് ജോൺ പറയുന്നു. ശോഭയ്ക്ക് ജോണിന്റെ പ്രവർത്തികളിൽ എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. അയാൾ കൂടുതലൊന്നും പറയാതെ ആരോണിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയും ചെയ്തു. രാത്രി ഡിന്നർ കഴിക്കുമ്പോഴും ജോൺ കുറച്ച് അസ്വസ്ഥനായിരുന്നു. ഇതെല്ലാം ശോഭ ശ്രദ്ധിക്കുന്നുണ്ട്. കിടക്കുന്നതിന് മുമ്പ് റോസ് വന്ന് ജോണിനോടും ശോഭയോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും കിടന്നുറങ്ങി. സമയം ഏകദേശം അർദ്ധരാത്രിയായി. ആ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നു. സീരീസിന്റെ തുടക്കത്തിൽ കാണിച്ച അതേ സീൻ ആവർത്തിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ റോസ് ആകട്ടെ താൻ വായിച്ചിട്ടിട്ടിരുന്ന ആ ബുക്ക് ഷെൽഫിലേക്ക് കൊണ്ടുവെക്കാൻ പോവുകയും പെട്ടെന്ന് അവളുടെ ബാക്കിലേക്ക് മുഖംമൂടിധാരിയായ ഒരാൾ വരികയും ചെയ്യുന്നു. അയാൾ അവളോട് മിണ്ടരുതെന്ന് കാണിക്കുകയും പേടിച്ചുപോയ അവളാകട്ടെ അയാളെ തള്ളി മാറ്റിയ ശേഷം ശോഭയുടെ റൂമിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അവിടെ ആരോ ഉണ്ട്, അയാളെന്നെ ആക്രമിക്കാൻ വന്നുവെന്ന് അവള് പറഞ്ഞപ്പോൾ ശോഭ ജോണിനോട് നോക്കാൻ പറയുന്നു. ജോൺ മുകളിലേക്ക് നോക്കാൻ പോയതും ജോണും അയാളും തമ്മിൽ എന്തൊക്കെയോ ബഹളം നടക്കുന്നത് ശോഭ കേൾക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്ന ആളുടെ മുഖം കണ്ട് അവർ 2 പേരും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അത് ജെറിയായിരുന്നു. ജെറി നേരെ വന്ന് റോസിനെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ശോഭ തടഞ്ഞതും ശോഭയുടെ മുഖത്ത് ആഞ്ഞടിച്ച ശേഷം ജെറി റോസിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു. ശോഭ അവരുടെ പിറകെ ഓടാൻ ശ്രമിച്ചെങ്കിലും വേലു വന്ന് പെട്ടെന്ന് ശോഭയെ പിടികൂടാൻ ശ്രമിച്ചു. പിന്നെ വേലുവും ശോഭയും ചേർന്നിട്ട് ഒരു മൽപ്പിടുത്തം തന്നെയായിരുന്നു അവിടെ. റോസിനെ എടുത്തുകൊണ്ട് ഓടാൻ ശ്രമിച്ച ജെറിയെ ബാക്കിൽ നിന്ന് ആരോ ആക്രമിച്ചു. അവന്റെ കയ്യിൽ നിന്ന് റോസ് തെറിച്ച് താഴേക്ക് വീണു. അവൾ അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ ജെറിയെ ആക്രമിച്ചത് ആരാണെന്ന് നോക്കുമ്പോൾ ജെറിയുടെ അതുപോലെ തന്നെ വേഷം ധരിച്ചു നിൽക്കുന്ന മറ്റൊരാളെ അവൾ കാണുന്നു. അടിയുടെ ആഘാതത്തിൽ ജെറി തറയിൽ കിടക്കുകയാണ്. ജെറിയെ ആക്രമിച്ച ആളെ കണ്ട് റോസ് പേടിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ജോൺ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അയാളെ കണ്ടതും അവൾ ഓടിപ്പോയി അയാളെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് ജോൺ അവളുടെ വാ പൊത്തിപ്പിടിച്ച ശേഷം അവളെ കൊല്ലാൻ വേണ്ടി ആ മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുകയായിരുന്നു. തന്റെ പപ്പ തന്നെയാണോ ഇങ്ങനെ തന്നോട് ചെയ്യുന്നതെന്ന് റോസിന് വിശ്വസിക്കാനേ പറ്റിയില്ല. ജോണും ഇപ്പോൾ വന്ന ഇയാളും തമ്മിലുള്ള പ്ലാനിംഗ് ആയിരുന്നു ഇത്. റോസിനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അയാളെ ജോൺ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതേസമയം അകത്ത് ശോഭയെ പൂട്ടിയിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന വേലുവിനെ തള്ളിമാറ്റി അവന്റെ തലക്കിട്ട് അടിയും കൊടുത്തിട്ട് ശോഭ പുറത്തേക്ക് ഓടി വരുന്നു. ശോഭ വരുമ്പോ കാണുന്നത് ജോൺ നോക്കി നിൽക്കെ തന്നെ റോസിനെ കൊല്ലാൻ വരുന്ന ആ കൊലയാളിയാണ്. തന്റെ പപ്പ തന്നെ കൊല്ലാൻ ആളെ വിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായ റോസ് ആകട്ടെ ശോഭയെ കണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എന്നാൽ അവളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ശോഭ അവളുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് തന്റെ പപ്പയും മമ്മിയും ചേർന്നിട്ടാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന്. അവർ 2 പേരും ചേർന്ന് ഏർപ്പാടാക്കിയ വാടക കൊലയാളിയാണ് അവളെ കൊല്ലാൻ വന്നിരിക്കുന്നത്. എന്നാൽ ആ കൊലയാളി അവളെ കത്തികൊണ്ട് കുത്തും മുമ്പ് ജെറിക്ക് ബോധം വരികയും തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുപയോഗിച്ച് ആ കൊലയാളിയുടെ കയ്യിലും കാലിലും ജെറി ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ജെറി ഇവരുടെ എല്ലാം അടുത്ത് നിന്ന് റോസിനെ രക്ഷിക്കുകയായിരുന്നു. ഇനിയാണ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ശോഭയും ജോണും ചേർന്നിട്ട് റോസിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോലീസുകാരുടെ അടുത്ത് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ജെറി ഒരു പോലീസ് ഓഫീസറാണ്. സംശയത്തിന്റെ നിഴലിൽ ഉണ്ടായിരുന്ന 2 കുറ്റവാളികളായിരുന്നു ജോണും ശോഭയും. അവർ കുറച്ച് കൊലപാതകങ്ങൾ ചെയ്തുവെന്ന് ഒരു പരാതി പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആനിയറങ്ങൽ എന്ന സ്ഥലത്ത് ഇവർ താമസിക്കാൻ വരുന്നതിനു മുമ്പ് ആനിയറങ്ങളിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ശോഭ താമസിച്ചിരുന്നത്. ഒരു വലിയ ക്രിസ്ത്യൻ കുടുംബം. അവിടുത്തെ
ജോലിക്കാരിയായിരുന്നു ശോഭ. ഏഞ്ചൽ എന്നായിരുന്നു ആ വീട്ടിന്റെ ഉടമസ്ഥയുടെ പേര്. 7 വർഷമായിട്ട് ആ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ശോഭയെ അവിടെ എല്ലാവർക്കും പൂർണ്ണ വിശ്വാസമായിരുന്നു. ആ കാലത്ത് ജോൺ അവിടെ ഒരു സായിപ്പിന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ജോണും ശോഭയും പരസ്പരം കാണുകയും പ്രണയത്തിലാവുകയും ചെയ്തു. ശോഭ ജോലിക്ക് നിന്നിരുന്ന വീട്ടുകാരാണ് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തതും. ആ കുടുംബത്തിലെ ഏക മകളായ ഏഞ്ചല് ശോഭയുടെ വളരെ സ്നേഹത്തിലായിരുന്നു. ശോഭയ്ക്കും ജോണിനും അലൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ആ വീട്ടിലെ ഉടമസ്ഥയായ ഏഞ്ചലിനും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അതായിരുന്നു റോസ്ലിൻ. ഒരിക്കൽ കുടുംബത്തിലെ എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയിരുന്നു. കുഞ്ഞിനെ ശോഭയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഏഞ്ചല് ഫാമിലിയും പള്ളിയിലേക്ക് പോകുന്നത്. എന്നാൽ ആ പോകുന്ന വഴിക്ക് ഇവർക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ഏഞ്ചല് മാത്രമേ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഏഞ്ചലിന് എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ലായിരുന്നു. ഒരേ കിടപ്പ് തന്നെയായിരുന്നു. ഏഞ്ചലിനെ ശുശ്രൂഷിച്ചതെല്ലാം തന്നെ ശോഭയും ജോണും ചേർന്നിട്ടാണ്. കുടുംബത്തിലെ എല്ലാവരും മരിക്കുകയും ചെയ്തു. താൻ കിടപ്പിലാവുകയും ചെയ്തു. തന്റെ കുഞ്ഞിനെ ആലോചിച്ച് ആ നിമിഷം ഏഞ്ചൽ ഒരു തീരുമാനമെടുത്തു. താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ സ്വത്തുവകകളെല്ലാം തന്നെ മകൾ റോസലിനായിരിക്കും. പക്ഷെ അവളുടെ 18 വയസ്സ് വരെ അതെല്ലാം നോക്കി നടത്താൻ ശോഭയ്ക്കും ജോണിനുമായിരിക്കും അധികാരം. ഏഞ്ചൽ ഏറ്റവും കൂടുതൽ ശോഭയും ജോണിനെയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. റോസലിനെ അവർ സ്വന്തം മകളെ പോലെ വളർത്തുമെന്ന് ഏഞ്ചലിന് ഉറപ്പായിരുന്നു. ഇത്രയും കാലം വേലക്കാരിയായി ജീവിച്ചുകൊണ്ടിരുന്ന ശോഭയ്ക്ക് ആ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങിയതോടുകൂടി അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നൊരു ദിവസം പതിയെ ഏഞ്ചല് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് ശോഭ മനസ്സിലാക്കിയതും തനിക്ക് കൈവരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ജോണിന്റെ സഹായത്തോടുകൂടി അവൾ ഏഞ്ചലിനെ കൊല്ലുന്നു. ഇന്ന് ശോഭയുടെയും ജോണിന്റെയും കൂടെ വിശ്വസ്തനായ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നിട്ട് മരണം സ്വാഭാവിക മരണമാക്കി മാറ്റുകയും ആ നാട് വിട്ട് ഈ സ്വത്തുക്കളുമായിട്ട് ആനയിറങ്ങൽ എന്ന് പറയുന്ന ഈ നാട്ടിലേക്ക് വരികയും ചെയ്തു. കുടുംബത്തെ പോലെ ആ 2 കുട്ടികളോടൊപ്പം അവർ ആ നാട്ടിൽ താമസിച്ചു. റോസലിന് 17 വയസ്സാണിപ്പോൾ. അവൾക്ക് ഇപ്പോഴും അറിയില്ല അവളുടെ കൂടെയുള്ളത് അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയല്ല എന്ന്. അവൾക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷം അടുത്ത ദിവസം തന്നെ അവൾ മിക്കവാറും കൊല്ലപ്പെടും. എല്ലാം കേട്ടുകഴിഞ്ഞ് ജെറി തന്റെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട്, ഈ ലീഡെല്ലാം നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന്. ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയത് മേരിയായിരുന്നു. പള്ളിയിൽ വെച്ച് ഒരിക്കൽ അച്ഛനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആ കന്യാസ്ത്രീയായിരുന്ന സ്ത്രീയെ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മേരിക്കെന്ന് ആന്റണി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും കന്യാസ്ത്രീ പട്ടമൊക്കെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോയിരുന്നുവെന്നും പറഞ്ഞിരുന്നല്ലോ. ഇതേ ആന്റണി തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ശോഭയുടെയും ജോണിന്റെയും കൂടെ ഏഞ്ചലിനെ ഇല്ലാതാക്കാനും ഈ കള്ളത്തരങ്ങൾക്കും എല്ലാം കൂട്ടുന്നത്. അന്ന് അവരുടെ കൂടെ അയാൾ നിന്നെങ്കിലും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം മേരിയുമായിട്ടുള്ള അയാളുടെ ബന്ധം അയാളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി. റോസലിന് 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ജോണും ശോഭയും പ്ലാനിട്ടിരിക്കുന്ന പോലെ ആ സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു വിഹിതം തനിക്കും കിട്ടുമെന്ന് ആന്റണി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി തങ്ങളുടെ ഏക മകന് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം പടുത്തുയർത്തുക എന്നതായിരുന്നു ശോഭയുടെയും ജോണിന്റെയും ലക്ഷ്യം. പക്ഷെ അവരുടെ ആ പ്ലാനുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അന്ന് തടാകത്തിൽ മുങ്ങിത്താഴാൻ പോയ റോസലിനെ രക്ഷിക്കുന്നതിനിടയിൽ അലൻ മരിച്ചത്. അലന്റെ മരണം അവരെ വല്ലാതെ തകർത്തു. കൂടാതെ റോസലിൻ രക്ഷപ്പെടുകയും ചെയ്തു. അവളാണ് അലന്റെ മരണത്തിന് കാരണമെന്ന് ശോഭയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സ്വന്തം ചോരയിൽ പിറന്ന മകനെ നഷ്ടപ്പെട്ടത് കാരണം തനിക്ക് ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് ശോഭയ്ക്ക് വാശി തോന്നി. അബദ്ധത്തിൽ സംഭവിച്ചൊരു പ്രഗ്നൻസി ആയിരുന്നില്ല അത്. സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞിനെ അവർ ആഗ്രഹിച്ചു തന്നെയാണ് രണ്ടാമതും ജന്മം നൽകിയത്. റോസലിന് 18 വയസ്സാകാൻ കാത്തിരുന്ന അവരാകട്ടെ പുതിയ പ്ലാൻ ഇടുകയായിരുന്നു. 18ാമത്തെ പിറന്നാളിന് ശേഷം അവളെ കൊല്ലുക. 18 വയസ്സിന് മുമ്പ് അവൾ മരിക്കുകയാണെങ്കിൽ ആ സ്വത്തുക്കളെല്ലാം ഒരു ട്രസ്റ്റിന് പോകുമെന്ന് ഏഞ്ചൽ എഴുതി വെച്ചിരുന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പ് അവളെ കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. 18 വയസ്സിന് ശേഷം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സ്വത്തുക്കളെല്ലാം ഇവരുടെ കയ്യിലെത്തും. അതിനു വേണ്ടിയിട്ട് അവർ വർഷങ്ങൾക്കിപ്പുറം കൂട്ടുപിടിച്ചതും ആന്റണി തന്നെയായിരുന്നു. പക്ഷെ ആന്റണിക്ക് റോസലിനെ കൊല്ലാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ചെയ്ത പാപഭാരങ്ങളെല്ലാം താൻ ചുമക്കുന്നുണ്ടെന്നും ഇനിയൊരു തെറ്റ് ചെയ്യാൻ വയ്യാന്നും അയാൾ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ശോഭ പറയുന്നുണ്ട്, എനിക്കൊരു പാപഭാരവും തോന്നുന്നില്ല എന്ന്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഏഞ്ചലിന്റെ കുടുംബത്തിലെ ജോലിക്കാരിയായി ശോഭ നിൽക്കുന്നതിന് മുമ്പ് ശോഭയുടെ അമ്മയായിരുന്നു അവിടുത്തെ ജോലിക്കാരി. അന്ന് ശോഭ ഏഞ്ചലും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. ഏഞ്ചലിനേക്കാൾ നന്നായിട്ട് ശോഭ പഠിക്കുമായിരുന്നു. പഠനത്തിലെല്ലാം തന്നെ ഏഞ്ചലിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ശോഭയാണ്. ആ സമയത്തെല്ലാം തന്നെ ഏഞ്ചല് തന്റെ ബെഡിൽ പിടിച്ചിരുത്തി ശോഭയോട് ഒരുപാട് സംസാരിക്കുകയും അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യുമായിരുന്നു. ജോലിക്കാരുടെ മകളായിട്ടായിരുന്നില്ല അവിടെ ആരും അവളെ കണ്ടിരുന്നത്. ഉറ്റ സുഹൃത്തായിട്ടായിരുന്നു ഏഞ്ചൽ ശോഭയെ കണ്ടിരുന്നത്. കുറച്ചു നാള് കഴിഞ്ഞ് ശോഭയുടെ അമ്മ മരണപ്പെട്ടതോടുകൂടി ശോഭയുടെ പഠിപ്പ് മുടങ്ങി. പതിയെ അവളുടെ അമ്മയുടെ ജോലിയിലേക്ക് അവളും കടന്നു വന്നു. ആ വീട്ടിലെ വേലക്കാരിയായി ശോഭ മാറി. അതിനുശേഷം തന്റെ സുഹൃത്തായ ഏഞ്ചലിനെ അവൾ കണ്ടിട്ടില്ല. മുതലാളിയായിട്ട് മാത്രമാണ് ശോഭയോട് ഏഞ്ചൽ പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരിക്കൽ പോലും സ്വന്തം റൂമിലോ ബെഡിലോ അവളെ കയറ്റിയിരുത്തിയിട്ടില്ല. കൂട്ടുകാരിയായി കണ്ടിരുന്നവള് പെട്ടെന്ന് വേലക്കാരിയായി കണ്ടതോടുകൂടി ശോഭയ്ക്ക് അവളോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. ആ പക മനസ്സിൽ കിടന്ന് ഒരവസരം കിട്ടിയപ്പോൾ ഏഞ്ചലിനെ അവൾ കൊല്ലുകയും ചെയ്തു. അതുകൊണ്ട് തനിക്ക് ഒരു പാപഭാരവും തോന്നുന്നില്ല എന്നാണ് ശോഭ പറയുന്നത്. എന്താണെങ്കിലും ആന്റണി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറയുന്നു. കാരണം കിട്ടാൻ പോകുന്ന സ്വത്തിൽ നിന്നൊരു ഷെയർ ആന്റണിക്കും കിട്ടും. ആന്റണി ഈ കാര്യങ്ങളെല്ലാം മേരിയോട് ഷെയർ ചെയ്തു. ബുദ്ധിപരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും സെറ്റാകാൻ വേണ്ടിയിട്ട് ആ കാശ് നമുക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ ഷെയർ ഒന്നുകൂടി കൂട്ടി
ഷൂട്ട് ചോദിച്ച് അവരുടെ കൂടെ നിൽക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. അവരോട് പോയി ഞാൻ ഒന്നുകൂടെ സംസാരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ച ആന്റണി പിന്നീട് മേരിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്നും മേരിക്ക് അറിയില്ല. അങ്ങനെയാണ് മേരി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് പോലീസുകാരുടെ അടുത്തെത്തുന്നതും. പോലീസുകാർക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടിയത് മേരിയിൽ നിന്നുമാണ്. മേരി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏഞ്ചലിന്റെ പഴയ കുടുംബ വീട്ടിൽ ഇവർ പോവുകയും മേരി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയും റോസലിനെ രക്ഷിക്കുക എന്നതുമായിരുന്നു പോലീസുകാരുടെ പ്ലാൻ. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ശോഭയുടെ ഒരു നല്ല സുഹൃത്താണ് കവിതയെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പറഞ്ഞു വന്നപ്പോൾ കവിതയാകട്ടെ ജെറിയുടെ റിലേറ്റീവുമാണ്. അതുകൊണ്ട് ആ വഴി ശോഭയുടെ വീട്ടിൽ കയറിപ്പറ്റുക എന്നതായിരുന്നു ഇവരുടെ പ്ലാൻ. ബയോടെക്നോളജി സെന്ററിൽ റിസർച്ചിന് വരുന്നത് പോലെ ജെറി അഭിനയിക്കുകയായിരുന്നു. അവിടെയുള്ള ആൾക്കാരോടും തങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യണമെന്ന് ഇവർ ഓൾറെഡി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ശോഭ വന്നപ്പോഴൊക്കെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെ തനിക്ക് പരിചയമുള്ള പോലെ ജെറി കാണിക്കുകയും അവർ ജെറിയെ നോക്കി ചിരിച്ചതും. ജെറി ഇവരുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നതിന് മുമ്പ് പലയിടങ്ങളിലും ഈ കുടുംബത്തെ ജെറി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് റോസലിൻ പറഞ്ഞിരുന്നില്ലേ ഈ പച്ചക്കണ്ണുള്ള ആളെ താൻ പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ടെന്ന്. ജെറി വരെ വാച്ച് ചെയ്യുന്നതായിരുന്നു അന്ന് റോസലിൻ കണ്ടത്. കൂടെയുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരനെ തനിക്ക് ഹെൽപ്പായിട്ടാണ് വേലു എന്നുള്ള പേരില് ആ ഫാമിൽ ജോലിക്കായിട്ട് ജെറി പറഞ്ഞു വിട്ടത്. മേരി പറഞ്ഞ കഥകളെല്ലാം പൂർണ്ണമായിട്ടും സത്യമാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ വീടിന്റെ താക്കോൽ കൂട്ടം അന്ന് ജെറി കൈക്കലാക്കുകയും ഫേക്കായിട്ട് താക്കോലുകൾ ഉണ്ടാക്കി പൂട്ട് തുറക്കുകയും ചെയ്തു. അന്ന് രാത്രി ഫാമിലെത്തി ജെറി പരിശോധിച്ചത് ആ വിൽപത്രമായിരുന്നു. അതിലൂടെ മേരി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. റോസലിൻ ജോണിന്റെയും ശോഭയുടെയും മകളല്ല, അവൾ ഏഞ്ചലിന്റെ മകളാണ്. ജോണിനെയും ശോഭയും കാണാനിറങ്ങിയ ആന്റണിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവർ അന്വേഷിച്ചു. കിടക്കുന്ന ഏഞ്ചലിന്റെ പഴയ വീടിന്റെ വിൽപത്രം എല്ലാം ഇപ്പോൾ ജോണിന്റെയും ശോഭയുടെയും കയ്യിലല്ലേ. ആ പറമ്പും കാര്യങ്ങളും നോക്കുന്നത് അവരാണ്. പറമ്പ് നന്നായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ ആന്റണിയുടെ അഴുകിയ ജഡം അവർക്ക് ആ പറമ്പിന്റെ അടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്താൻ സാധിച്ചു. ഷെയർ കൂട്ടി ചോദിക്കാൻ വന്ന ആന്റണി ഭാവിയിൽ ഒരു ഭീഷണിയാകുമെന്ന് തോന്നിയിട്ടാകണം ജോണും ശോഭയും ചേർന്നിട്ട് അയാളെ കൊന്നത്. ആന്റണി മേരിയോട് പറഞ്ഞ പ്രകാരം അലന്റെ ഓർമ്മ ദിവസമാണ് അവർ റോസലിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവര് സ്വന്തം കൈകൊണ്ട് കൊല്ലുമെന്ന് തോന്നില്ല. ശോഭയ്ക്ക് ഇത് സാധിക്കുമായിരിക്കും, ജോണിനെ കൊണ്ടത് പറ്റുമെന്ന് തോന്നില്ല. ഉറപ്പായിട്ടും അയാൾ മറ്റൊരാളുടെ സഹായം തേടും. അന്ന് റോസിന്റെ പിറന്നാൾ ദിവസം റോസിന്റെ പേരിലേക്ക് ഇതെല്ലാം തങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് ജോണും ശോഭയും ചേർന്ന് കള്ളം പറയുകയായിരുന്നു. എന്തോ വളഞ്ഞ വഴിയില് അവർ ആ പ്രോപ്പർട്ടി എല്ലാം തന്നെ തങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നുവെന്ന് അന്ന് അവിടെ ഇരുന്ന വിൽപത്രം കണ്ടപ്പോൾ ജെറിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജോണിന്റെയും ശോഭയുടെയും മുഴുവൻ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ജെറിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അലന്റെ ഓർമ്മ ദിവസം രാത്രിയിൽ മോഷണ ശ്രമത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമായിട്ട് റോസലിന്റെ മർഡർ അവർ ചിത്രീകരിക്കാനുള്ള ശ്രമത്തിലാണെന്ന്. ആ കൊലയാളിയുമായിട്ടുള്ള ഡീലിംഗിനായിരുന്നു സെമിത്തേരിയിൽ നിന്നും ജോൺ ഒഴിഞ്ഞുകിടന്ന ആ ഒരു ബിൽഡിംഗിലേക്ക് വന്നത്. അവരെ ഫോളോ ചെയ്തു വന്ന വേലുവും ജെറിയും ചേർന്നിട്ട് അവരുടെ സംഭാഷണങ്ങളെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അത് തടയാൻ താൻ മാക്സിമം ശ്രമിക്കുമെന്നും തനിക്കൊരു സപ്പോർട്ട് വേണമെന്നും ജെറി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടാണ് അന്ന് രാത്രി റോസലിന്റെ വീട്ടിലേക്ക് വരുന്നത്. കൊലയാളി അവിടെ എത്തുന്നതിന് മുമ്പ് റോസലിനെ സേഫ് ആക്കാനായിരുന്നു ജെറിയുടെ പ്ലാൻ. അതുകൊണ്ടാണ് രാത്രിയിൽ അവൾ ബുക്ക് വെക്കാൻ വരുന്ന സമയത്ത് ബാക്കിലൂടെ വന്നിട്ട് അവളോട് മിണ്ടരുതെന്ന് അവൻ പറഞ്ഞത്. പക്ഷെ റോസലിൻ അവനെ കണ്ട് പേടിച്ച് ശോഭയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ശോഭയും ജോണും ഓൾറെഡി തങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം കൊലയാളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതല്ലേ, അയാളായിരിക്കും വന്നതെന്നാണ് ശോഭയും കരുതിയത്. റോസ് പറഞ്ഞ പ്രകാരം മുകളിലേക്ക് കയറിപ്പോയ ജോൺ കാണുന്നതാകട്ടെ നമ്മുടെ ജെറിയെയും. നീ എന്താ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ജോൺ ജെറിയെ അടിക്കാൻ ചെന്നു. അയാളെ ഒരു വിധത്തിൽ തള്ളി മാറ്റിയിട്ടാണ് ജെറി ശോഭയുടെ അടുത്തു നിന്നും റോസിനെ രക്ഷിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചത്. ശരിക്കും ജെറി അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതല്ല, ഇവരുടെ ഇടയിൽ നിന്ന് അവളെ രക്ഷിച്ചുകൊണ്ടു പോകാനായിരുന്നു ശ്രമിച്ചത്. ഇനി കഥ പ്രസന്റിലേക്ക് കാണിക്കുന്നു. അവളെ കൊല്ലാൻ വന്ന കൊലയാളിയെ കാലിലും കയ്യിലും ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ ശേഷം ജെറി അവളെ രക്ഷിക്കുന്നു. കറക്റ്റ് സമയത്ത് അവന് ബാക്കപ്പായിട്ട് മറ്റു പോലീസുകാരും അവിടെ എത്തി. സത്യങ്ങളൊക്കെ മനസ്സിലാക്കി റോസ് ആകെ തകർന്നിരിക്കുകയായിരുന്നു. അത്രയും കാലം അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവളുടെ അച്ഛനും അമ്മയല്ല, അവളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നവരായിരുന്നു. ശോഭയും ജോണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ മകൻ ആരോണിനെയും അവർ സേഫായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആരോൺ തങ്ങളിൽ നിന്നും അകന്നു പോകുന്നത് കണ്ടിട്ട് ശോഭയുടെ ദേഷ്യം മുഴുവൻ റോസിന്റെ മുകളിലായിരുന്നു. ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ശോഭ. എന്നാൽ അതിനിടയിലേക്ക് ജെറി കയറി നിൽക്കുന്നു, അവളെ ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം താൻ കണ്ട ഒരു ബാഡ് ഡ്രീം ആണോ എന്ന് അവൾ സങ്കടത്തോടു കൂടി ജെറിയോട് ചോദിക്കുന്നുണ്ട്. ജെറി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇതൊരിക്കലും ഡ്രീം അല്ല എന്നും റിയാലിറ്റി ആണെന്നും ജെറിക്കറിയാം. അവിടെയാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. ഈ സീരീസിന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.